Dear students, today's class ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് ആണ്. മുൻപ് നടന്ന ഒരു പെയ്ഡ് ക്ലാസ്സസിന്റെ UGC NET JRF കൊമേഴ്സിന്റെ ഒഫീഷ്യൽ കോച്ചിങ്ങിന്റെ കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സസ് പ്രകാരമാണ് ഈ ഒരു റിവിഷൻ പാക്കേജ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് 1 ആണ്. ഇതൊരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് ആണ്. ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് വളരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് 1-2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സസിന്റെ എടുത്തതിന് ശേഷം ഉള്ള സിലബസ് ഒന്നും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു ക്ലാസ്സസ് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ട്. കുറച്ച് ക്ലാസ്സസ് കുറച്ച് സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കുറച്ച് ക്ലാസ്സസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ക്ലാസ്സസും ഒന്നും ഓപ്പൺ ചെയ്ത് തരില്ല. കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്ത് തരികയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. എനിവേ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു കൺസ്യൂമർ ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുകയാണ് ഒരു കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോപ്പ് ഓണർ പറയാണ്, ഈ ഒരു സാധനം, ഈ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു സാധനം വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിനൊരു 2 ഇയർ വാറണ്ടി ഉണ്ട്, 2 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്തു, ആ ഒരു സാധനം വാങ്ങിയിട്ട് ഹൗസിലെത്തിയ സമയത്ത്, ഹോമിലെത്തിയ സമയത്ത്, ആ ഒരു പ്രൊഡക്റ്റ് നോക്കിയ സമയത്ത് ഷോപ്പ് ഓണർ പറഞ്ഞ ഒരു ഗുണവും ആ പ്രൊഡക്റ്റിനില്ല. ഓക്കെ, ഷോപ്പ് ഓണർ പറഞ്ഞ ഒരു ഗുണവും ആ പ്രൊഡക്റ്റിനില്ല. അപ്പോൾ കൺസ്യൂമർ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിന് ഒരു അവകാശമുണ്ട്. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറിന് ഒരു അവകാശമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, പരാതിപ്പെടാനുള്ള എന്തെങ്കിലും, അതായത് ഷോപ്പ് ഓണർ പറയാണ് ഒരു പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് വീട്ടിലെത്തിയ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിന് അത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമറിന് ഇത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പുതിയൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പിന്നീട് അത് അമെൻമെന്റ് ചെയ്ത് പുതിയൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസ് പഠിക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്. അപ്പോൾ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമർ സം ആക്ട്സ് ആൻഡ് ഇയേഴ്സ്, അതായത് കൺസ്യൂമറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അതായത് ഉപഭോക്താവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കുറച്ച് ആക്ടുകളുണ്ട്. ആ ആക്ടും അതിന്റെ ഇയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്യാം. Consumer Protection Act 2019, Contract Act, Indian Contract Act 1982, Sale of Goods Act 1930, Essential Commodities Act 1955, then Agricultural Produce Act 1937, Prevention of Food Adulteration Act 1954, Weights and Measures Act 1976, the Trademark Act 1999, Bureau of Indian Standards BIS Act 1986, Competition Act 2002. ഇതൊക്കെ കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സം ആക്ടുകളാണ്. അതിന്റെ ഇയറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആക്ടും ഇയറുമാണ്. ദെൻ കൺസ്യൂമർ റൈറ്റ് എന്തൊക്കെയാണെന്നുള്ളത്, ഒരു കൺസ്യൂമർ സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൺസ്യൂമറിന് കിട്ടണം എന്നുള്ളത് കൺസ്യൂമറിന്റെ ഒരു അവകാശത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഒരു കൺസ്യൂമർ റൈറ്റ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റൈറ്റ് ആയിട്ട് ഏതാ വരിക, ഇത് 2, ഇത് 3. ഓക്കെ, PDF തരുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് തരാം. 4, ഇത് 5. ഓക്കെ, 5 റൈറ്റ്സ്. റൈറ്റ് ടു ചൂസ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു സോപ്പ് വാങ്ങാൻ പോവുകയാണെങ്കിൽ പല കമ്പനിയുടെ സോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൺസ്യൂമറിനുണ്ട്, ചൂസ് ചെയ്യാനുള്ള അവകാശം കൺസ്യൂമറിനുണ്ട്. ഓക്കെ, ദെൻ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, പരാതിപ്പെടാനുള്ള, അതായത് ഒരു ഷോപ്പ് ഓണർ പറയുകയാണ് ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ്, അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങണം. അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റ് തീരെ പോരാ, ക്വാളിറ്റി ഇല്ലാത്ത, ലെസ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു, അധികം ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ സീക്ക് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, നമ്മുടെ പരാതി അവർ കേൾക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഹേർഡ് ചെയ്യണം, നമ്മൾ പറയുന്ന പരാതി അവർ കേൾക്കണം. ഓക്കെ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമറിനോട് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു അവകാശവും കൺസ്യൂമർ റൈറ്റിൽ പെടുന്നവയാണ്. ഓക്കെ, ദെൻ കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി, പ്രോപ്പർ അവയർനെസ് അബൌട്ട് വേരിയസ് പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും കൺസ്യൂമർ കുറച്ച് അവെയർ ആയിരിക്കണം. എല്ലാ പ്രോഡക്റ്റും, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്ന പ്രോഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഡൈ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെയർ ഡൈ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അതേപോലെ ഹെയർ ഷാമ്പു വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷാമ്പു എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം.
ദെൻ കൺസ്യൂമർ മസ്റ്റ് എക്സസൈസ് ഹിസ് റൈറ്റ്, അവരുടെ റൈറ്റ് ഒക്കെ മാക്സിമം ഉപയോഗിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ദെൻ കോഷ്യസ് അബൌട്ട് ഓൾ മാറ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും കരുതിയിരിക്കണം. ഓക്കെ, ദെൻ ഫയലിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. കൺസ്യൂമർ മസ്റ്റ് ബി ക്വാളിറ്റി കോൺഷ്യസ്, ക്വാളിറ്റി നന്നായിട്ട് നോക്കിയിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ബി ഹോണസ്റ്റ്, മാതൃകാപരമായിട്ടുള്ള ഒരാളായിരിക്കണം. ഫയലിംഗ് കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഓക്കെ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 2019 കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA ആണ് ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഒരു ബോഡി വന്നത്. എന്താ ഇത് പറയുന്നത്? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് CCPA വന്നത്. ജസ്റ്റ് മനസ്സിലാക്കാം. ദെൻ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA. ദെൻ ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം CCPA സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വന്നു. ഓക്കെ, CCPA വിൽ ബി ഹെഡഡ് ബൈ ദി ഡയറക്ടർ ജനറൽ. CCPAയുടെ ഉയർന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. അതുകൂടെ നോട്ട് ചെയ്യാം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പവർ ടു ഇമ്പോസ് ഫൈൽസ് ഓൺ മാനുഫാക്ചർ അപ് ടു 2 years ഇംപ്രിഷൻമെന്റ് ആൻഡ് മിസ്ലീഡിംഗ് ഫാൾസ് അഡ്വർടൈസ്മെന്റ്. തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് പറയാൻ വേണ്ടി പറ്റും? ഫൈനൊക്കെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ മുകളിൽ ഫൈനൊക്കെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അധികാരമുണ്ട്. ആർക്ക്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക്, CCPAക്ക്. ഓക്കെ, നോക്കാം. ദ ആക്ട് ഹാസ് ദ പ്രൊവിഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡേഴ്സൽ കമ്മീഷൻ അറ്റ് ദ നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അത് 1 കോടി വരെയുള്ള പരാതിയാണെങ്കിൽ അത് നിങ്ങൾ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. ഡിസ്ട്രിക്റ്റിലാണ് ഫയൽ ചെയ്യുക. 1 കോടി മുതൽ 10 കോടി വരെയുള്ള കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ സ്റ്റേറ്റിലാണ് നിങ്ങൾ ഫയൽ ചെയ്യുക. അതേപോലെ തന്നെ 10 കോടിക്ക് മുകളിലാണെങ്കിൽ നാഷണൽ ഓക്കെ, നാഷണൽ കമ്മീഷൻ, ദെൻ സ്റ്റേറ്റ് കമ്മീഷൻ, ഡിസ്ട്രിക്ട് കമ്മീഷൻ. അങ്ങനെ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ 1 കോടി വരെയാണെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ പരാതി, കൺസ്യൂമറിന്റെ പരാതി 1 കോടി വരെയുള്ള പരാതികളാണെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ, 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ സ്റ്റേറ്റിൽ, 10 കോടിക്ക് മുകളിലാണെങ്കിൽ നാഷണൽ. ദെൻ സ്റ്റാൻഡേർഡ്സ് നോക്കുക. കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഗുഡ്സിന്റെ മുകളിൽ ISI മുദ്രയുള്ള സാധനങ്ങൾ വാങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ISI ഫുൾ മാർക്ക്. BIS ഉണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ജ്വല്ലറിയിൽ BIS ഹോൾ മാർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഗോൾഡ് ഒക്കെ വാങ്ങുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് BIS എന്ന് പറയുന്നത്. ഫുഡ് പ്രോഡക്റ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഫുഡ് പ്രോസസ് ഓർഡർ എന്ന് പറയുന്നത്. ആക്മാർക്ക് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ആക്മാർക്ക് എന്ന് പറയുന്നത്. ഇക്കോമാർക്ക് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ് ആണ് ഇക്കോമാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. സിമ്പിൾ വൺ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൂഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. സിമ്പിൾ വൺ. അപ്പോൾ ട്രേഡ് റിലേറ്റഡ് മൂഡിൽ എന്തൊക്കെയാണ്? എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെയൊക്കെ വ്യാപാരം നടത്താം. ഓക്കെ, ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാം, മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. മൂഡ്സ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ ടൈപ്സ് ഓഫ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എക്സ്പോർട്ട് ചെയ്തിട്ടും ഇമ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാം, ഇറക്കുമതി ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രേഡ് മാറ്റേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കൗണ്ടർ ട്രേഡ് ഉണ്ട്. കൗണ്ടർ ട്രേഡിൽ വരുന്നതാണ് പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം. അതായത് ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ്. ഇവിടെ നിങ്ങൾ കുറേ എന്താ പറയുക, ലൈക്ക് ട്രേഡ് റിലേറ്റഡ് മൂഡ്, കോൺട്രാക്ച്വൽ മൂഡ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കൗണ്ടർ ട്രേഡ്, ബാർട്ടർ, ഓഫ്സെറ്റ്, ബൈബാക്ക്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ് അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ട്രേഡ് റിലേറ്റഡ് മൂഡ്, അതേപോലെ തന്നെ കോൺട്രാക്ച്വൽ, ഇത് ഞങ്ങൾ കൂടുതൽ എന്താ പറയുക വായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്താണ്, കൗണ്ടർ ട്രേഡ് എന്താണ്, ബാർട്ടർ എന്താണ്, ഓഫ്സെറ്റ് എന്താണ്, ബൈബാക്ക് എന്താണ്, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ഗുഡ്സ് ഫോർ ഗുഡ്സ്. പണ്ട് കാലത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന സിസ്റ്റം, ഞാനൊരു ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയി. അപ്പോൾ ഞാൻ ഓയിൽ വാങ്ങുന്ന സമയത്ത് തിരിച്ച് അവർക്ക് ഞാൻ ക്യാഷ് അല്ല കൊടുക്കുക, അതിന് പകരം വേറെ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനമായിരിക്കും കൊടുക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നത് ലൈക്ക് എന്താ പറയുക, ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം ലൈക്ക് പ്ലേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് എന്താ പറയുക, എന്താ അതിനെ പറയാം, നമുക്കിപ്പോൾ റൈസ് പറഞ്ഞു നോക്കട്ടെ, റൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ റൈസ് ഉണ്ട്, അത് ഞാൻ കൊടുത്തിട്ട് ഞാൻ അവരുടെ കയ്യിലുള്ള ഓയിലും ഞാൻ വാങ്ങി. ഓക്കെ, ഗുഡ്സ് ഫോർ ഗുഡ്സ്, ദാറ്റ് ഈസ് ആക്ച്വലി
ബാർട്ടർ. കൗണ്ടർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടർ പർച്ചേസ് എഗ്രിമെന്റ് ടു ബൈ ഗുഡ്സ് ഇൻ ഫ്യൂച്ചർ. ഞാൻ പറയാണ് നിങ്ങളുടെ കയ്യിലുള്ള വാച്ച് ഞാൻ ഭാവിയിൽ വാങ്ങാം, ഫ്യൂച്ചറിൽ വാങ്ങാം. നിങ്ങളുടെ കയ്യിലുള്ള വാച്ച് 200 രൂപയ്ക്ക് ഞാൻ ഭാവിയിൽ വാങ്ങാം. ദാറ്റ് ഈസ് ആക്ച്വലി കൗണ്ടർ പർച്ചേസ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഫോറിൻ കമ്പനി എഗ്രീസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് ഇൻ റിട്ടേൺ ഡൊമസ്റ്റിക് കമ്പനി അസിസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് ദ പ്രോഡക്റ്റ് ഓഫ് മാനുഫാക്ചർഡ് ബൈ ഫോറിൻ കമ്പനി. സിമ്പിൾ വൺ. ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഒരു US കമ്പനി ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യൻ കമ്പനിയോട് പറയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കോളാം. US പറയാണ് ഇന്ത്യൻ കമ്പനിയോട് പറയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കോളാം. പകരം നമ്മളുടെ പ്രൊഡക്റ്റ് US-ന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? ഇന്ത്യ മാർക്കറ്റ് ചെയ്ത് കൊടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. അപ്പൊ US കമ്പനി ഇന്ത്യൻ കമ്പനിയോട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിയോട് പറയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കോളാം. ഓക്കെ, US വാങ്ങിക്കോളാം. പക്ഷേ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ഇന്ത്യൻ കമ്പനി US കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈബാക്ക് എന്താ? സെല്ലർ സപ്ലൈസ് മെഷീനറി എക്യുപ്മെന്റ് എക്സെട്ര ടു അതർ കൺട്രി ആൻഡ് മേക്ക് ഇൻ റിട്ടേൺ ഫ്രം ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ഫ്രം ദാറ്റ് കൺട്രി. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കും. ഒരു ഇന്ത്യൻ കമ്പനി US കമ്പനിക്ക് എന്ത് ചെയ്യാണ്? കുറച്ച് മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. മെഷീനറി കൊടുക്കുന്നു, എക്യുപ്മെന്റ്സ് കൊടുക്കുന്നു, ഓക്കെ, ഒക്കെ കൊടുക്കുന്നു. അപ്പോ തിരിച്ച് US കമ്പനി ആ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ടും എക്യുപ്മെന്റ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കും. ഓക്കെ, സിമ്പിൾ ആണ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? മറ്റൊരു കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? മെഷീനറി എക്യുപ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. ഒരു രാജ്യത്തേക്കുള്ള കമ്പനി മറ്റൊരു രാജ്യത്തുള്ള കമ്പനിക്ക് മെഷീനറി എക്യുപ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. പക്ഷെ തിരിച്ചെങ്ങനെയാ? തിരിച്ച് ആ ഒരു എക്യുപ്മെന്റ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? സാധനങ്ങൾ എന്ത് ചെയ്യും? തിരിച്ച് കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ബൈബാക്ക്. സിമ്പിൾ ആണ്. കോൺട്രാക്ഷൻ മോഡൽ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, ടേൺകി പ്രോജക്ട് ആൻഡ് മാനേജ്മെന്റ് കോൺട്രാക്ട് ലീസിംഗ്. ലൈസൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. വൺ country of a firm licenses the use of its intellectual property to a firm to second country in return for a royalty payment. Okay, simple one. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ള പാറ്റന്റ്, കോപ്പിറൈറ്റ് അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ മറ്റു രാജ്യത്ത് പോയി വിൽക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് നേടിയിട്ടുണ്ടാവണം. ഓക്കെ, അത്രേ ഉള്ളൂ ലൈസൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ്. ഓക്കെ, അത് 3 രീതിയിലുള്ള ലൈസൻസ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ലൈസൻസ് ഉണ്ട്, നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് ഉണ്ട്, ക്രോസ് ലൈസൻസിങ്. മുഴുവനായിട്ടും റൈറ്റ് നേടിയെടുക്കുകയാണെങ്കിൽ ഒരു ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ പ്രൊഡക്റ്റിന്റെ മുകളിൽ ലൈസൻസ് നേടി മറ്റൊരു രാജ്യത്തെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാനുള്ള ലൈസൻസ് നേടിയെടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് ലൈസൻസ് പറയാം. നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോപ്പർട്ടി ഫുൾ റൈറ്റ് കൊടുക്കുന്നില്ല, കുറച്ച് റൈറ്റ് കൊടുക്കുന്നതിന് നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസിങ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള അവകാശം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളുടെ രാജ്യത്ത് വിറ്റോളൂ എന്ന് പറഞ്ഞ് മുഴുവനായിട്ടുള്ള ഒരു ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് ലൈസൻസ് പറയാം. നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല, കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കാൻ തരാം, അതിന് നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയാം. Then cross licensing എന്ന് പറഞ്ഞാൽ കമ്പനി യൂസ് ലൈസൻസിങ് എഗ്രിമെന്റ്സ് ടു എക്സ്ചേഞ്ച് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ്. അതായത് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് ക്രോസ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ദെൻ ഫ്രാഞ്ചൈസിങ് അതുപോലെ തന്നെയാണ്. ഒരു കമ്പനി, ഒരു പ്രമുഖ കമ്പനിയുടെ ബ്രാൻഡ് നെയിം മറ്റ് കമ്പനി യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന ഒന്നാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടായിരുന്നു, US കമ്പനിയും ഉണ്ട്. അപ്പോൾ US കമ്പനി ഇന്ത്യയിലുള്ള ഒരു പ്രമുഖ കമ്പനിയോട് പറയാണ് നിങ്ങളുടെ ബ്രാൻഡ് ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ വിറ്റോട്ടെ എന്ന് പറയാണ്. നമ്മുടെ ബ്രാൻഡ് നെയിം എടുക്കുകയാണ്, അതിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയാം. ഓക്കെ, കോൺട്രാക്ട് മാനുഫാക്ചറിങ്. Here production of goods by one firm by another firm, like that pharmaceutical, personal care products, etc. Like that, here production of goods by one firm by other companies. For example, the iPad and iPhone, which are products from Apple Inc., then Incorporated Limited, then are manufactured in China by Foxconn. Like that. Here production of goods by one firm. ഒരു ഫേമിന്റെ പ്രൊഡക്ഷൻ ഫോർ അതർ കമ്പനീസ്, മറ്റ് കമ്പനീസുകൾ ചെയ്തു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു റിയൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. ആ കമ്പനി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ പറയാണ്, ഒരു കമ്പനി മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യാണ്? മറ്റൊരു രാജ്യത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിലേക്ക്, മറ്റൊരു രാജ്യം ലൈക്ക് ഇന്ത്യ അല്ലെങ്കിൽ ശ്രീലങ്ക, ഇന്ത്യ നമുക്ക് കൂട്ടാം. ഞാനൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു, അത് മൊബൈൽ നിർമ്മിത കമ്പനിയായിരുന്നു. ഓക്കെ, അതിന് ലൈക്ക് ശ്രീലങ്കയിൽ
ശ്രീലങ്കയിൽ ഈ മൊബൈൽ നിർമ്മിത കമ്പനിയുടെ മൊബൈലുകൾ വിറ്റഴിക്കണം. അപ്പോൾ ശ്രീലങ്കയിലുള്ള ഒരു കമ്പനിയോട് പറയാണ്, ഇപ്പോൾ ഈ മൊബൈൽ നിർമ്മിത കമ്പനി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കാം. മൊബൈൽ നിർമ്മിത കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഇന്ത്യൻ കമ്പനി ശ്രീലങ്കൻ കമ്പനിയോട് പറയാണ്, ശ്രീലങ്കയിൽ ഉള്ള ഒരു പ്രമുഖ കമ്പനിയോട് പറയാണ് ഈ മൊബൈൽ ശ്രീലങ്കയിൽ ഉണ്ടാക്കി അവരോട് വിറ്റോളൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. ഒരു ഇന്ത്യൻ കമ്പനി ശ്രീലങ്കൻ കമ്പനി തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിലാണ് മൊബൈൽ നിർമ്മിത കമ്പനി എന്ന് പറയുന്നത്, പക്ഷേ ശ്രീലങ്കയിലുള്ള കമ്പനിയോട് പറയാണ് ശ്രീലങ്കയിൽ നിങ്ങൾ മൊബൈൽ വിറ്റോളൂ, ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ നിങ്ങൾ മൊബൈൽ വിറ്റോളൂ, അങ്ങനെ ഒരു കോൺട്രാക്ട് നിങ്ങൾക്ക് ഒരു 2 വർഷത്തേക്ക് തരാം. ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ബൈ വൺ ഫേം ഫോർ അതർ കമ്പനി. ഇവിടെ ശ്രീലങ്കൻ കമ്പനി എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഉണ്ടാക്കി ശ്രീലങ്കയിൽ വിൽക്കുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി കോൺട്രാക്ട് മാനുഫാക്ചറിങ്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് കോൺട്രാക്ട് സിമ്പിൾ വൺ. ഒരു 2 കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി വീണ്ടും എക്സാമ്പിൾസ്. ഓക്കെ, ഡേ ടു ഡേ എക്സാമ്പിൾസ്. ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടായിരുന്നു, ഒരു US കമ്പനി ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടായിരുന്നു, ഒരു US കമ്പനി ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻ കമ്പനി പറയാണ് US കമ്പനിയുടെ മാനേജ്മെന്റിനെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് US കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറച്ച് ആൾക്കാരെ ഇന്ത്യൻ കമ്പനിക്ക് വേണം. ഓക്കെ, ഇന്ത്യൻ കമ്പനിക്ക് കുറച്ച് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു 2 വർഷത്തേക്ക് അതിനൊരു ഫീ കൊടുക്കാം. US കമ്പനിയിലെ പ്രമുഖരായിട്ടുള്ള കുറച്ച് മാനേജേഴ്സിനെ ഇന്ത്യൻ കമ്പനിക്ക് ആവശ്യമുണ്ട്. കാരണം ഇന്ത്യൻ കമ്പനി വളരാൻ വേണ്ടിയിട്ടാണ് US-നോട് അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് മാനേജറിയൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട്, മാനേജ്മെന്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് കുറച്ച് മാനേജേഴ്സിനെ മറ്റൊരു കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹയർ ചെയ്യാണ്. ഓക്കെ, ഒരു സർട്ടൻ പീരീഡിലേക്ക് ഒരു ഫീ കൊടുക്കും. അതിന് ലീസിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സിമ്പിൾ വൺ. കുറച്ച് കാലത്തേക്ക് അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു അധികാരം. പാട്ടത്തിനെടുക്കാന്നൊക്കെ പറയും, മലയാളത്തിൽ പാട്ടത്തിനെടുക്കാന്ന് പറയും. ലീസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് ലീസിംഗിലൂടെ നമുക്ക് കിട്ടുന്നത്. ലെസ്സർ, ഒരു ഓണർ ഓഫ് ദ അസറ്റിനെ ലെസ്സർ എന്നും യൂസർ ഓഫ് ദ അസറ്റിനെ ലെസ്സി എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ലീസിംഗ് മീൻസ് റൈറ്റ് ടു യൂസ് ആൻ അസറ്റ്സ് ഫോർ ഗിവൺ ബൈ ദ ലെസ്സർ ടു ദ ലെസ്സി. ഇപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അടക്കാത്തോട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 3-4 മാസത്തേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ലീസിങ്ങിന് കൊടുക്കാറുണ്ട്, പാട്ടത്തിന് കൊടുക്കാറുണ്ട്. പാട്ടത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വന്തമായി കൊടുക്കുക എന്നല്ല അർത്ഥം, യൂസ് ചെയ്യാനുള്ള അധികാരം. കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള 3-4 മാസത്തേക്ക് നിങ്ങളത് യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഓണർ എന്ത് ചെയ്യും? യൂസറോട് പറയും നിങ്ങളൊരു 3 മാസത്തേക്ക് അത് യൂസ് ചെയ്തോളൂ, അതിന് എനിക്ക് കുറച്ചൊരു ഫീസ് തരേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊരു പേയ്മെന്റ് തരേണ്ടി വരും. 3-4 മാസത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്തോളൂ. അവിടെ ഉണ്ടാകുന്ന അടക്കത്തോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അടക്കയൊക്കെ നിങ്ങൾ 3-4 മാസം, 4 മാസത്തെ എഗ്രിമെന്റ് ആണെങ്കിൽ 4 മാസം അവിടെ ഉണ്ടാകുന്ന അടക്കയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതിന് എനിക്കൊരു ഓണർക്ക് ഒരു ഫീസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓണർക്ക് ഒരു പേയ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ. NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിമ്പിൾ, ഐ ജസ്റ്റ് ടെൽ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്ലബ്ബ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തടുത്തുള്ള രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു വലിയ ഗ്രൂപ്പായി മാറും. ഓക്കെ, അങ്ങനെയാണ് പല സാർക്ക്, അതേപോലെ തന്നെ സാഫ്ത, ആസിയാൻ, അതൊക്കെ അടുത്തടുത്തുള്ള രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നൊരു വലിയൊരു ഗ്രൂപ്പ് ആവുകയാണ്. ഓക്കെ, അടുത്തടുത്തുള്ള രാജ്യങ്ങളാവണമെന്നില്ല, എല്ലാ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്ന് വലിയൊരു ഗ്രൂപ്പായി മാറുകയാണ് സാധാരണ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുക. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. 8 ഡിസംബർ 1985. ഇയർ ഓർത്ത് വെക്കുക. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാത്മണ്ഡു, നേപ്പാളിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. 8 മെമ്പർ കൺട്രീസിലാണ് ഇത് വരിക. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഏതൊക്കെ മെമ്പർ കൺട്രീസ് ആണ് സാർക്കിൽ വരിക? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, ദെൻ നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്സ്. ഇതൊക്കെ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷനിലെ സാർക്കിൽ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷനിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് വെൽഫെയർ, സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഇൻ ദാറ്റ് റീജിയൻ. ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ആൾക്കാർക്ക്, ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു രാജ്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ, നല്ലൊരു ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതൊരു 8 മെമ്പർ കൺട്രീസ് ആണ് വരിക. 9 ഒബ്സർവർ കൺട്രീസും വരും. അതായത് സാർക്കിനെ നിരീക്ഷിക്കുന്ന 9 രാജ്യങ്ങളുണ്ട്. അതിനെ ഒബ്സർവർ കൺട്രീസ് എന്ന് പറയാം. സാർക്കിൽ ഉൾപ്പെടുന്ന 8 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഇത് 2 ക്വസ്റ്റ്യൻ ആണ്. 2016 മുതൽ 2016-17 വർഷം മുതൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ. അത് സാർക്കിൽ നിന്ന് തന്നെയാണ് അധിക ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ 8 മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്സ്. 9 ഒബ്സർവർ കൺട്രീസ് ഏതൊക്കെയാണ്? യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, USA, മ്യാൻമാർ, സൗത്ത് കൊറിയ, ഇറാൻ ആൻഡ് മൗറീഷ്യസ്. ദെൻ സാഫ്ത.
സാർക്കിന്റെ തന്നെ 12ാമത്തെ മീറ്റിംഗിലാണ് സാഫ്ത വരുന്നത്. സാർക്കിന്റെ 12ാമത്തെ മീറ്റിംഗിലാണ് സാഫ്ത വരുന്നത്. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് സാർക്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ് സാഫ്തയിൽ ഉൾപ്പെടുക. ഓക്കെ, സാർക്കിന്റെ 12ാമത്തെ മീറ്റിംഗിൽ, സാർക്കിന്റെ 1, 2, 3 അങ്ങനെ 12ാമത്തെ സമ്മിറ്റിലാണ് എന്ത് വരുന്നത്, സാഫ്ത എന്ന് പറയുന്ന ഒരു ട്രേഡ് ഏരിയ വരുന്നത്. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. കസ്റ്റംസ് ഡ്യൂട്ടി, അവിടെ ഉണ്ടാകുന്ന ടാക്സ് കാര്യങ്ങളൊക്കെ കുറക്കുക, അങ്ങനെയൊക്കെയാണ് ഇതിന് ഇവർ ഈ ഒരു സാർക്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നടക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ടാക്സ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കുക. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ടാക്സ് റേറ്റ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് സാഫ്തയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, ആസിയാൻ 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. ആസിയാൻ ഏത് ഹെഡ് ക്വാർട്ടേഴ്സ് ഏതായിരുന്നു എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസിയാൻ ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്ത, ഇന്തോനേഷ്യ. 1967 വന്നത്. 10 മെമ്പർ കൺട്രീസ് ആണ്: ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ലാവോസ്, മ്യാൻമർ, ബ്രൂണൈ, കംബോഡിയ ആൻഡ് വിയറ്റ്നാം. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഈച്ച് കൺട്രീസിന് റിസർച്ച്, ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കൊക്കെ റിസർച്ച് ഫെസിലിറ്റി കൊടുക്കുക, അതേപോലെ തന്നെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ ദെൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. ഓക്കെ, APEC ഏഷ്യൻ പസഫിക് കോഓപ്പറേഷൻ 1989 വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സിംഗപ്പൂരാണ്. 21 മെമ്പർ കൺട്രീസ്. ഇതിൽ മെമ്പർ കൺട്രീസ് സാധാരണ ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഷ്യൻ പസഫിക് കോഓപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് സിംഗപ്പൂരാണ്. ഇയർ 1989. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ലിബറലൈസേഷൻ, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ച് ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ ബിസിനസ് ഫെസിലിറ്റേഷൻ, ഇക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കോഓപ്പറേഷൻ, സാമ്പത്തികമായിട്ടുള്ള അതും അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക. അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ദെൻ യൂറോപ്യൻ യൂണിയൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. 1993 ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയമാണ്. യൂറോപ്യൻ കമ്മ്യൂണിറ്റി, ആദ്യം ഇതിന്റെ യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിൽ 1957 വന്നു. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ 1993 മാസ്ട്രിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു മീറ്റിംഗിലാണ് യൂറോപ്യൻ യൂണിയൻ വരുന്നത്. ഓക്കെ, ആദ്യം 1957 യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്നായിരുന്നു ഇതിന്റെ പേര്. അതിനുശേഷം 1993 മാസ്ട്രിച്ച് ട്രീറ്റിയാണ് യൂറോപ്യൻ യൂണിയൻ ആയിട്ട് വരുന്നത്. മെമ്പർ കൺട്രീസ് ആയിരിക്കെ ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീസ്, പോർച്ചുഗൽ, സ്വീഡൻ, ഓസ്ട്രിയ. ഒബ്ജക്റ്റീവ്സ് നോക്കുക: എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗവൺമെന്റ് പോളിസി വിത്ത് റെസ്പെക്ട് ടു അഗ്രികൾച്ചർ ആൻഡ് ട്രാൻസ്ഫർ. അഗ്രികൾച്ചറും ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോളിസീസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ദെൻ നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. മെക്സിക്കോ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കാനഡ, അമേരിക്ക, മെക്സിക്കോ 3 രാജ്യങ്ങൾ മാത്രമാണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ വരുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക: ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ട്രേഡ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, ട്രേഡ് സാമ്പത്തികമായിട്ടുള്ള സർവീസസ് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ഇവിടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ക്ഷേമം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇയർ ആണ്. ഇയർ, ഹെഡ് ക്വാർട്ടേഴ്സ്, മെമ്പർ കൺട്രീസ്, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലെവൽസ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ. ആദ്യം ഫ്രീ ട്രേഡ് ഏരിയ ആയിട്ട് വരും. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൈക്ക് അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ട്രേഡ് നടത്തുന്ന സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, നോ ഇന്റേണൽ താരിഫ് എമംഗ് മെമ്പർ കൺട്രീസ്, അതായത് ഫ്രീ ട്രേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുന്ന സമയത്ത് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഒന്നും കൊടുക്കേണ്ട, ഇന്റേണൽ താരിഫ് ഒന്നുമില്ല. അതിന്റെ ഉള്ളിൽ പെടുന്ന രാജ്യങ്ങളാണെങ്കിൽ, ആ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ പെടുന്ന രാജ്യങ്ങളാണെങ്കിൽ നോ ഇന്റേണൽ താരിഫ്. പക്ഷെ പുറത്തൊരു രാജ്യം, ഈ ഒരു ഗ്രൂപ്പിൽ റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷനിൽ പെടാത്ത ഒരു രാജ്യം ഈ ഒരു രാജ്യവുമായി ട്രേഡ് നടത്തുന്ന സമയത്തോ ആ ഒരു സമയത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും. എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്. പക്ഷേ ഇന്റേണൽ, ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തിയാൽ അവിടെ താരിഫ് വേണ്ട. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് നാഫ്ത, US, അതേപോലെ ഇസ്രായേൽ, അതേപോലെ തന്നെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. ദെൻ കസ്റ്റംസ് യൂണിയൻ നോക്കുക. സെക്കൻഡ് ലെവലാണ് കസ്റ്റം യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെയും ഇന്റേണൽ താരിഫ് ഇല്ല, പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ അവിടെ ടാക്സ് കൊടുക്കേണ്ട. പക്ഷെ പുറത്തുനിന്ന് ഒരു രാജ്യം ട്രേഡിന് വരുവാണെങ്കിൽ അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്. പുറത്തുനിന്ന് ഒരു രാജ്യം വന്ന് വ്യാപാരം നടത്തുകയാണെങ്കിൽ അവിടെ വേറൊരു രാജ്യം വന്നിട്ട് ഈ ഒരു ഗ്രൂപ്പായിട്ട് വ്യാപാരം നടത്തണം, അവിടെ താരിഫ് കൊടുക്കണം. പക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ആണ്, കോമൺ എക്സ്റ്റേണൽ താരിഫാണ്. പക്ഷെ ഫ്രീ ട്രേഡ് ഏരിയയിലാണെങ്കിലോ എക്സ്റ്റേണൽ താരിഫ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, പുറത്തുള്ള ഒരു രാജ്യമായിരുന്നു US എന്ന് വിചാരിക്കാം. അപ്പോൾ US ഇന്ത്യൻ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് വ്യാപാരം നടത്തുകയാണെങ്കിൽ അവർ ചിലപ്പോൾ 200 രൂപ ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, മറ്റൊരു രാജ്യമായിട്ടുള്ള ഓസ്ട്രേലിയ
ടാക്സ് കൊടുക്കുന്ന സമയത്ത് ഒരു 400 രൂപ ടാക്സ് കൊടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഫ്രീ ട്രേഡ് ഏരിയയിൽ സംഭവിക്കുന്നത്. പുറത്തുനിന്ന് ഒരു രാജ്യം വന്ന് ട്രേഡ് നടത്തുന്ന സമയത്ത്, നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത പുറത്തുനിന്ന് ഒരു രാജ്യം വരുന്ന വ്യാപാരം നടത്തുന്ന സമയത്ത് പല രീതിയിലുള്ള ടാക്സ് ആയിരിക്കും കൊടുക്കാം. കസ്റ്റംസ് യൂണിയനിലാണെങ്കിലോ കോമൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ US വന്നാൽ 200 രൂപ, ഓസ്ട്രേലിയ വന്നാൽ 200 രൂപ, അങ്ങനെ ആയിരിക്കും കൊടുക്കുക. കോമൺ എക്സ്റ്റേണൽ താരിഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫ്രാൻസ് മൊണാക്കോ അഗ്രിമെന്റ്, കസ്റ്റംസ് യൂണിയൻ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുക കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റ് മൂന്നാമത്തെ ലെവൽ ഓഫ് മാർക്കറ്റിലാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് എമംഗ് മെമ്പർ കൺട്രീസ്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളിലുള്ള മെമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്യാറുണ്ട്? പണിയെടുക്കാറ് മീൻസ് ലൈക്ക് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബേഴ്സ് ആൻഡ് ക്യാപിറ്റൽ. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന രാജ്യമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലേബേഴ്സിന് ജോലി ചെയ്യാം. ഓക്കെ, ലേബേഴ്സിന് ജോലി ചെയ്യാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ മൂവ്മെന്റ് നടത്താം. ഒക്കെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ ലെവലാണ് കോമൺ മാർക്കറ്റ്. കോമൺ താരിഫ് അല്ല, കോമൺ മാർക്കറ്റ്. ദെൻ എക്കണോമിക് യൂണിയൻ, ഏറ്റവും ഫൈനൽ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മാർക്കറ്റാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഒരു കോമൺ പോളിസിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. യൂറോപ്യൻ യൂണിയൻ ആണ് ഇതിന് പ്രധാനമായിട്ടും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, എക്കണോമിക് യൂണിയനിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Corporate social responsibility. Wait. Corporate social responsibility. Wait. Yes. Wait. Wait. I will explain. Okay, 159 pages. 159. Okay. നമുക്ക് ഇന്ന് മാക്സിമം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സോ വി ആർ മൂവിങ് ഫാസ്റ്റ്. കുറച്ച് ലെങ്തി ക്ലാസ് ആണെങ്കിൽ ഇന്ന് നമുക്ക് മാക്സിമം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ കമ്പനിക്കും ലാഭമുണ്ടാക്കുക എന്ന് മാത്രമല്ല ലക്ഷ്യം. അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക കൂടെ വേണം. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ചില കമ്പനീസ് ഒക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിക്കാറുണ്ട്. ചില വലിയ കമ്പനീസ് ആയിരിക്കും, അവരുടെ പേരിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ അവർ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഇതൊക്കെ റൂൾസ് പ്രകാരം പല വലിയ ബിഗ് കമ്പനീസ് ഒക്കെ ലാഭം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അത് സൊസൈറ്റിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയും വേണം എന്നാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കോർപ്പറേറ്റിന്, കമ്പനീസിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് CSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കബിലിറ്റി ഓഫ് CSR പ്രൊവിഷൻസ് ഉണ്ട്. CSR കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല കമ്പനീസിനും ചില പ്രൊവിഷൻസ് ഉണ്ട്. 500 കോടിക്ക് നെറ്റ് വർത്ത് മുകളിൽ ഉള്ള കമ്പനി ആണെങ്കിൽ, ആനുവൽ ഇൻകം ടേൺ ഓവർ 1000 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ, ആനുവൽ പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ, ഇങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പനി ആണെങ്കിൽ, ഒന്നുകിൽ നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ, ആനുവൽ ഇൻകം 1000 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ, ആനുവൽ പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ, 2% അവരുടെ ആവറേജ് പ്രോഫിറ്റ് 3 വർഷത്തേക്കെങ്കിലും CSR, കോർപ്പറേറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? CSR ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ഇങ്ങനെയുള്ള വലിയ കമ്പനീസ് ആണെങ്കിൽ 2% അവരുടെ ലാഭം എന്ത് ചെയ്യണം? CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നതാണ്. ഇതിന്റെ കണക്ക് കറക്റ്റായിട്ട് ഓർത്ത് വേണം. നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിലാണെങ്കിൽ, ടേൺ ഓവർ 1000 കോടിക്ക് മുകളിലാണെങ്കിൽ, ആനുവൽ പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലുള്ള കമ്പനി ആണെങ്കിൽ 2% ആവറേജ് പ്രോഫിറ്റ് എങ്കിലും CSR ആക്ടിവിറ്റീസ് സൊസൈറ്റിക്ക് ഗുണകരമാവുന്ന രീതിയിൽ ചെലവാക്കണം. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് CSR ഡയമെൻഷൻസ് എന്തൊക്കെയാന്ന് നോക്കൂ. Companies Act 2013 has formulated section 135 ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പറയുന്നത്. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്താ? ഹെൽപ്ഫുൾ ടു കമ്മ്യൂണിറ്റി ആൻഡ് ഫിലാന്ത്രോപ്പി. അതായത് സൊസൈറ്റിക്ക് ഗുണകരമാവുന്ന രീതിയിലായിരിക്കണം CSR വിനിയോഗിക്കേണ്ടത്. ദെൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ദെൻ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അനുസരിക്കണം. അതേപോലെ തന്നെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്താ? ഇതിലൂടെ ലാഭം നേടുകയും വേണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ സൊസൈറ്റിനെ സംരക്ഷിക്കുകയും വേണം. ലാഭം ഉണ്ടാക്കുകയും വേണം, കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് ഓഫ് CSR. ദെൻ CSR കമ്മിറ്റി പ്രധാനമായിട്ടും കൺസിസ്റ്റിംഗ് 3 or more directors out of which one director shall be independent director. However, if a company is not required to appoint the independent director, then shall be 2 or more directors in the committee. Then നോക്കുക,
ത്രീ ഓർ മോർ ഡയറക്ടേഴ്സ്, മൂന്നോ അതിലധികമോ ഡയറക്ടേഴ്സ് വേണം. അതിൽ ഒരു ഡയറക്ടറെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്ത ആളായിരിക്കണം. ബന്ധമില്ലാത്ത ആളാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുമായി ബന്ധമില്ലാത്ത ഒരാളായിരിക്കണം അതിലൊരു ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, 3 or more directors. 2 or more directors in case of private company. Private company ആണെങ്കിൽ private company ആണെങ്കിൽ 2 directors. 2 directors in case of private company having only 2 directors on its board. Then ഇവിടെ ശ്രദ്ധിക്കുക, എത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇത്രയും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. 3 or more directors, ഇത് നോർമൽ സിറ്റുവേഷനിൽ 3 അതിലധികമോ ഡയറക്ടേഴ്സ് വേണം. ഓക്കെ, അതിൽ ഒരു ഡയറക്ടറെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അത്ര മാത്രം ആലോചിച്ചാൽ മതി. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട. ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒന്ന് CSR ലിമിറ്റ് ആണ്. ഡയമെൻഷൻസ് ഓഫ് CSR ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ CSR ലിമിറ്റ് ഇതൊക്കെയാണ്. നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിൽ, ആനുവൽ ഇൻകം 1000 കോടിക്ക് മുകളിൽ, ആനുവൽ പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലാണെങ്കിൽ 2% CSR ആക്ടിവിറ്റീസിന് വിനിയോഗിക്കണം. അതേപോലെ തന്നെ മൂന്നോ അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു ഡയറക്ടറെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ദെൻ മോഡൽസ് ഓഫ് CSR മോഡൽ ഓരോ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് കാരൽ മോഡൽ. കാരൽ മോഡൽ എന്ന് പറയുന്നത് 1991 വന്ന് അതിൽ 4 ഡയമെൻഷൻസിൽ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ഫിലാന്ത്രോപ്പിക് ഓർ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി, ഈ 4 റെസ്പോൺസിബിലിറ്റി പറഞ്ഞതാരാ? കാരോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 ഡയമെൻഷൻസ്, CSRന്റെ 4 ഡയമെൻഷൻസ്: ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയാണ് ഫിലാന്ത്രോപ്പി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഈ 4 ഡയമെൻഷൻസ് കൊണ്ടുവന്നതാരാ? കാരോൾ ആണ്. കാരോൾ 1991. ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി ആണ്, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ആണ്. ഈ 4 റെസ്പോൺസിബിലിറ്റിയും കൊണ്ടുവന്നതാരാ? കാരോൾ. RGB കാരോൾ എന്നാണ് ഇതിന്റെ അദ്ദേഹത്തിന്റെ ഫുൾ ഫോം എന്ന് തോന്നുന്നു. ഓക്കെ, RGB കാരോൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫ്രീഡ്മാൻ മോഡൽ എന്ന് പറയുന്നത്, ഇൻ ദിസ് കൺസെപ്റ്റ് CSR believes that only one responsibility of business is to utilize resource maximum extent. മാക്സിമം റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് സൊസൈറ്റിക്ക് മാക്സിമം ഗുണകരം ഉണ്ടാക്കുക എന്നുള്ളത്, സൊസൈറ്റിക്ക് മാക്സിമം നല്ല രീതിയിൽ ഗുണകരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. മാക്സിമം റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് CSR കൊടുക്കുക. ഓക്കെ, മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അക്കർമാൻ മോഡൽ പറയുന്നത്, ഇതിൽ പ്രത്യേകിച്ച് 6 സ്ട്രാറ്റജിയാണ് പറയുന്നത്. അത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. CSRുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റിജക്ഷൻ സ്ട്രാറ്റജി, പ്രൊയാക്റ്റീവ് സ്ട്രാറ്റജി, കംപ്ലൈന്റ് സ്ട്രാറ്റജി, റെസിസ്റ്റൻസ് സ്ട്രാറ്റജി, അഡ്വൈസറി സ്ട്രാറ്റജി. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഇതിൽ സാധാരണഗതിയിൽ അക്കർമാൻ മോഡൽ പറയുന്നത് ഇത്തരം സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്ന് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. കാരണം ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് വരാറില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ആൻസർ ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് ഇവിടെ കൊടുത്തത്. സാധാരണ അക്കർമാൻ മോഡൽ ഏതൊക്കെയാണ് വരിക എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇതിൽ അക്കർമാൻ മോഡൽ ഏത് വർഷം വന്നു എന്ന് ചോദിക്കും. 1976 ഓർത്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് CSR യൂട്ടിലൈസ് ചെയ്യുക. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇത്തരം സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഇത്രയും സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച്, ഈ സ്ട്രാറ്റജീസ് ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മാത്രം മതി. കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട. ഡീപ്പായിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഓക്കെ, ഇത്തരം സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാരാണ്? അക്കർമാൻ മോഡലാണ്. ദെൻ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് മോഡലിൽ എത്തിക്കൽ ആക്ഷൻസ് കൊണ്ടുവരിക, അതേപോലെ തന്നെ എക്കണോമിക് പെർഫോമൻസ് നല്ല രീതിയിൽ കൊണ്ടുപോവുക, നല്ല ബിഹേവിയർ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് CSR യൂട്ടിലൈസ് ചെയ്യുക. നല്ല ഗുഡ് ബിഹേവിയർ ഉണ്ടാക്കുക. അതേപോലെ കൺസിസ്റ്റന്റ്ലി സാറ്റിസ്ഫാക്ടറി, കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കമ്പനീസ് ആയിരിക്കണം. എത്തിക്കൽ, നല്ല റൂൾസ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അതേപോലെ തന്നെ നല്ല എക്കണോമിക് പെർഫോമൻസ് ഉള്ള കമ്പനി ആയിരിക്കണം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ CSR വിനിയോഗിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞത് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് മോഡലാണ്. ഓക്കെ, ദെൻ environmental integrity and community model. Environmental integrity and community model developed by Redman. In this concept mentioned the concept of healthy people have the ability to work and earn more. Okay, അമേരിക്കൻ ഫേംസിന്റെ ഇടയിലാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ദിസ് കൺസെപ്റ്റിൽ, ഈ ഒരു കൺസെപ്റ്റിൽ ഹെൽത്തി പീപ്പിൾ ഹാവ് ദ എബിലിറ്റി ടു വർക്ക് ആൻഡ് ഏൺ മോർ. നല്ല രീതിയിലുള്ള കമ്പനി ആണെങ്കിൽ കൂടുതൽ എപ്പോഴും ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആണെങ്കിൽ നല്ല രീതിയിൽ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള എമൗണ്ട് വിനിയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ, നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ കമ്മ്യൂണിറ്റിക്ക്, സൊസൈറ്റിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് വിൽ ബി സജസ്റ്റഡ് ബൈ റെഡ്മാൻ, ഡെവലപ്ഡ് ബൈ റെഡ്മാൻ. ദെൻ ഇത് ആരാണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെയാണ് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് മോഡൽ. ഓക്കെ, ഇതിൽ 4 കൺസെപ്റ്റ് ആണ് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്. ഒന്ന് പ്രൊഡക്റ്റിവിസം, ഓൺലി ദ എയിം ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇവിടെ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് മോഡൽ പറയുന്നത് പ്രോഗ്രസിവിസം, ബിഹേവിയർ ഈസ് ബൈ വേ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, ഫിലാന്ത്രോപ്പി ഫോർ സൊസൈറ്റി, എത്തിക്കൽ ഐഡിയലിസം, എത്തിക്കൽ കൺസെപ്റ്റ് ഇൻ ബിസിനസ്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഓക്കെ. പ്രോഗ്രസിവിസം അതായത് പ്രൊഡക്റ്റിവിസം, ലാഭമുണ്ടാക്കിയാൽ മാത്രം പോരാ, ഫിലാന്ത്രോപ്പി സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്യണം, എത്തിക്കൽ ഐഡിയലിസം നല്ല റൂൾസ് ഫോളോ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും വേണം. അതായത് പ്രൊഡക്റ്റിവിസം മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രോഗ്രസിവിസം ഉണ്ട്, ബിഹേവിയർ നല്ല ഗുഡ് ബിഹേവിയർ ഉണ്ടാക്കുക, സൊസൈറ്റിക്ക് വേണ്ടി ഫിലാന്ത്രോപ്പി, സൊസൈറ്റിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ബിഹേവ് ചെയ്യുക, എത്തിക്കൽ ഐഡിയലിസം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യണം. നോട്ട് ഓൺലി പ്രൊഡക്റ്റിവിസം ബട്ട് ഓൾസോ പ്രോഗ്രസിവിസം, ഫിലാന്ത്രോപ്പി ആൻഡ് എത്തിക്കൽ ഐഡിയലിസം. ന്യൂ മോഡൽസ്, പുതിയ മോഡൽസ് ഓഫ് CSR പ്ലസ്, CSR മൈനസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ പുതിയ മോഡൽസ് ഓഫ് CSR ആണ്. ജസ്റ്റ് നെയിം ഒക്കെ ഓർത്ത് വെക്കാം. ഇതൊക്കെ CSR എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. നല്ല സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, മേക്ക് സോഷ്യൽ കോൺട്രിബ്യൂഷൻ, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, ലോങ് ടേം ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്പെക്ട് ഡിഫറെന്റ് വ്യൂസ് ആൻഡ് ദെൻ ഫീഡ്ബാക്ക് ഫ്രം ദ കമ്മ്യൂണിറ്റി, ഫെയർ ഡീലിംഗ്സ്, നല്ല രീതിയിലുള്ള ഡീലിംഗ്സ്, സൊസൈറ്റിയുമായി നല്ല രീതിയിലുള്ള ഡീലിംഗ്സ് ഉണ്ടാക്കാൻ, സെൽഫ് റിയലൈസേഷൻ ആൻഡ് കൊളാബറേഷൻ. സൊസൈറ്റിയുമായി നല്ലൊരു സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് CSR നിലകൊള്ളുന്നത്. ഓക്കെ, സം കോഡ്സ് അബൌട്ട് CSRനെ കുറിച്ച് കുറച്ച് കോഡ്സ്. വാരൻ ബുഫറ്റ് പറഞ്ഞ ഒരു കോഡ്സ് നോക്കാം. ഇറ്റ് ടേക്സ് 20 years ടു ബിൽഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു പേര് ഉണ്ടാക്കണമെങ്കിൽ 20 വർഷമെങ്കിലും മിനിമം വേണം. ആൻഡ് ഓൺലി 5 minutes ടു റൂയിൻസ്, അത് നശിച്ചു പോകാൻ 5 minute മതി എന്ന് പറഞ്ഞതാരാ? വാരൻ ബുഫറ്റ്. ഇവിടെ നോക്കുക, 20 വർഷമെങ്കിലും നല്ലൊരു പേരുണ്ടാക്കണമെങ്കിൽ 20 വർഷമെങ്കിലും വേണം, പക്ഷെ 5 minute മതി അത് തകരാൻ വേണ്ടിയിട്ടും 5 minute മതി എന്ന് പറഞ്ഞതാരാ? വാരൻ ബുഫറ്റ് ആണ്. ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, അതർ തിങ്സ് യു ക്യാൻ റെഫർ ഇറ്റ്. ദെൻ നിതി ആയോഗിന് മുമ്പുണ്ടായിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് ഇപ്പൊ നിതി ആയോഗാണ് ഉള്ളത്. 2015 വന്നത്. പണ്ട് പഞ്ചവത്സര പദ്ധതി, ഓരോ 5 വർഷം കൂടുമ്പോൾ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തലാക്കിയിട്ട് ഇപ്പൊ നിതി ആയോഗാണ് അതിന് പകരമായി വന്നത്. നിതി ആയോഗ് 2015 വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. ഡൽഹി നിധി ഭവൻ പ്രൈം മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരിക. ദെൻ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് സ്റ്റേറ്റിനെയും സെൻട്രലിനെയും, അതായത് ഓരോ സ്റ്റേറ്റിനെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ടീം ഇന്ത്യ ഹബ്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്, ഇങ്ങനെ 2 ഹബ്ബാണ്, സ്ട്രോങ് പില്ലേഴ്സ് ആണ് ഇത് നിതി ആയോഗിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2015 വന്നു. ഡൽഹി നിധി ഭവനിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ദെൻ നോക്കാം ഇതിന്റെ ഫങ്ഷൻസ് ഓഫ് നിതി ആയോഗ് നോക്കാം. കോഓപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരുമിച്ച് ചേർന്നിട്ട് പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഷെയർഡ് നാഷണൽ അജണ്ട, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്റ്റേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദ സെന്റർ, സ്റ്റേറ്റിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതും സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നു. അതാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, നമുക്കറിയാം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഭരണം, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അതേപോലെ കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഭരണമുണ്ട് അല്ലെ. അങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ സെൻട്രലൈസ് ചെയ്തൊരു ഭരണങ്ങളാണ്. ഡെലിഗേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രീതിയിലുള്ള പല എന്താ പറയാ, 2 സെൻട്രലും സ്റ്റേറ്റും കൂടി ചേർന്നിട്ട് പല രീതിയിലുള്ള പോളിസീസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. വിഷൻ ആൻഡ് സിനറിയോ പ്ലാനിംഗ്, ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ പ്ലാനിംഗ് ഉണ്ടാക്കുന്നത്. നെറ്റ്വർക്ക് ആൻഡ് ഡൊമൈൻ എക്സ്പെർട്ടൈസ്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്, ഹാർമണൈസേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, രാജ്യത്തിൽ ഉള്ള സ്റ്റേറ്റ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും നിതി ആയോഗിന് പറ്റും. ദെൻ കോർഡിനേഷൻ, ഇന്റേണൽ കൺസൾട്ടൻസി, വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കപ്പാസിറ്റി ബിൽഡിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ദെൻ 7 പില്ലേഴ്സ് ഓഫ് നിതി ആയോഗ്, 7 പില്ലേഴ്സ് ഓഫ് നിതി ആയോഗ്. പീപ്പിൾസിന് വേണ്ടിയിട്ട്, രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ പോളിസി ഉണ്ടാക്കുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോ ആക്റ്റീവ് ആണ്. പാർട്ടിസിപ്പേഷൻ, എല്ലാ അതായത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റ് ഒരേ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ എംപവറിംഗ്,
എന്താ പറയുക, സൊസൈറ്റിയിലുള്ള വുമൺ റൈറ്റ്സ്, അതേപോലെ തന്നെ വുമൺസിന് ആവശ്യമായിട്ടുള്ള റൈറ്റ്സ്, അങ്ങനെയുള്ള മെൻ റൈറ്റ്സ്, വുമൺ റൈറ്റ്സ്, അങ്ങനെയുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, എംപവർ ചെയ്യുന്നു. ദെൻ ഇൻക്ലൂഷൻ ഓഫ് ഓൾ, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. ജെൻഡർ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, എല്ലാവർക്കും ഇക്വാലിറ്റി ആണ്, എല്ലാവർക്കും ഈക്വൽ ആണ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ട്രാൻസ്പാരൻസി, മേക്ക് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പാരന്റ്, എല്ലാ രാജ്യത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും റെസ്പോൺസീവ് ആയിരിക്കണം, ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഓക്കെ. ദെൻ കോമ്പറ്റീഷൻ ആക്ട് 2002, കോമ്പറ്റീഷൻ ആക്ട് 2002 ശ്രദ്ധിക്കുക. കോമ്പറ്റീഷൻ ആക്ട് 2002, കോമ്പറ്റീഷൻ ആക്ട് 2002 മുമ്പ് MRTP ആക്ട് ആണ് ഉണ്ടായിരുന്നത്, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. അതായത് ഫേംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷൻ ചിലപ്പോൾ ഹെൽത്തി കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ആവാം, ചിലപ്പോൾ മോശം രീതിയിലുള്ള കോമ്പറ്റീഷൻ ആവാം. മോശം രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, തടയിടുക, തെറ്റായ കാര്യങ്ങളൊക്കെ തടയിടുക. അതേപോലെ തന്നെ നല്ല കാര്യങ്ങളെ, നല്ല കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന്റെ പ്രധാനപ്പെട്ട നോക്കുക, പ്രിവെന്റ് പ്രാക്ടീസസ് ആൻഡ് ഹാവിംഗ് അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനെ തകർക്കുന്ന എല്ലാം നിർത്തുക, കോമ്പറ്റീഷനെ തകർക്കുന്ന എല്ലാം നിർത്തുക, നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ഒക്കെ നിർത്തുക. അഡ്വേഴ്സ് എഫക്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഫക്ട്. പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ, ഫെയർ കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ, ഗുഡ് കോമ്പറ്റീഷനെ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുക. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക. എൻഷുർ ദ ഫ്രീഡം ഓഫ് ട്രേഡ്, എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഫീച്ചേഴ്സ് ഓർ ഫംഗ്ഷൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുക. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്, കോമ്പറ്റീഷനെ തകർക്കുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ആണ്. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ആണ്. ഓക്കെ, നോക്കുക. എക്സ്ക്ലൂസീവ് സപ്ലയർ അഗ്രിമെന്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന സപ്ലയർക്ക് മാത്രമേ നിങ്ങൾക്ക് സാധനം വിൽക്കാൻ പാടുള്ളൂ, ഇന്ന ആൾക്ക് മാത്രമേ, ഇന്ന കൺസ്യൂമറിന് മാത്രമേ നിങ്ങൾ സാധനം വിൽക്കാം, ഇന്ന സ്ഥലത്ത് മാത്രമേ. ഫോർ എക്സാമ്പിൾ പറയാണ്, ഇന്ത്യയിൽ മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടുള്ളൂ, പുറത്തൊരു സ്ഥലത്ത് പോലും നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടുള്ളൂ, എക്സ്ക്ലൂസീവ് റൈറ്റ് പറയാം. നിങ്ങൾ അവിടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, തെറ്റാണ്, അത് പണിഷബിളാണ്. അതേപോലെ തന്നെ ഡൊമിനന്റ് പൊസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റിൽ മുഴുവനും അവർ തന്നെ കൈയടക്കി വെക്കുകയാണെങ്കിൽ അതും തെറ്റാണ്. ഓക്കെ, ഒരു കമ്പനിക്ക് മുഴുവനായിട്ടും ആ ഒരു കമ്പനി അല്ലാതെ വേറൊരു കമ്പനി അവിടെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിലോ അതും തെറ്റായ കാര്യമാണ്. അബ്യൂസ് ഓഫ് ഡൊമിനന്റ് പൊസിഷൻ, അങ്ങനെയുള്ള ഡൊമിനന്റ് പൊസിഷൻ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യം. ഒന്നാമത് ആന്റി കോമ്പറ്റീറ്റീവ്, കോമ്പറ്റീഷനെ തകർക്കുന്ന മോശം കോമ്പറ്റീഷൻ ആണെങ്കിൽ, അതേപോലെ തന്നെ നല്ല കോമ്പറ്റീഷനെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലോ, നല്ല കോമ്പറ്റീഷനെ, ഫെയർ കോമ്പറ്റീഷനെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, പണിഷബിൾ ആണ്. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ്, കോമ്പറ്റീഷനെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളും പണിഷബിൾ ആണ്. അത് എക്സ്ക്ലൂസീവ് സപ്ലയർ അഗ്രിമെന്റ് ആവാം, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ അഗ്രിമെന്റ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ്. റിഫ്യൂസൽ ടു ഡീൽ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്യൂസൽ ടു ഡീൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായി വ്യാപാരം ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഉണ്ട്. എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയോട് പറയാണ്, നിങ്ങൾ സി എന്ന് പറയുന്ന കമ്പനിയുമായി വ്യാപാരം നടത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഒന്നും തരില്ല എന്ന് എ പറയാം. ഓക്കെ, എ പറയാണ് ബിയോട്, സി എന്ന് പറയുന്ന കമ്പനിയോട് നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഫെസിലിറ്റിയും തരില്ല. ഇതാണ് റിഫ്യൂസൽ ടു ഡീൽ. ഇഫ് യു ട്രേഡ് വിത്ത് സി ഐ വിൽ നോട്ട് ഗിവ് എനി ഫെസിലിറ്റി എന്ന് എ പറയാം. നിങ്ങൾ സിയുമായി ട്രേഡ് നടത്തുകയാണെങ്കിൽ ഞാൻ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് എ പറയുകയാണെങ്കിൽ അതിനെ റിഫ്യൂസൽ ടു ഡീൽ എന്ന് പറയും. ടൈൻ അറേഞ്ച്മെന്റ്, റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ്, അതൊക്കെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. ടൈൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഇപ്പോൾ പറയാണ്, നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സോപ്പ്, പെൻസിലൊക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വാങ്ങേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒരു ഇങ്ക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മഷിയാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇങ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് കൂടെ വാങ്ങണം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ അതും തെറ്റാണ്. ടൈൻ അറേഞ്ച്മെന്റ്, നിങ്ങൾ ഇങ്ക് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ സോപ്പ് കൂടെ വാങ്ങണം. ടൈൻ അറേഞ്ച്മെന്റ്, അതിന്റെ കൂടി ഇതുകൂടെ വാങ്ങണം എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റല്ലേ? ലൈക്ക് ദാറ്റ് ഈസ് ആൾസോ ബി റോങ്. ഓക്കെ, ഇതൊക്കെ പ്രധാനമായിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ആണ്. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുക, ഡൊമിനൻസ് അബ്യൂസ് ചെയ്യുക, അബ്യൂസ് ഓഫ് ഡൊമിനൻസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ മെർജർ ആൻഡ് അക്വിസിഷൻ
സെക്ഷൻ 5 and 6 പറയുന്നത് കോമ്പറ്റീഷൻ അഡ്വക്കസി, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ മുന്നോട്ട് കൊണ്ടുപോകുക, ഫെയർ കോമ്പറ്റീഷൻ മുന്നോട്ട് പോവുക. മോശം കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് അവിടെ സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നല്ല കോമ്പറ്റീഷൻ ആണെങ്കിൽ ഫെയർ കോമ്പറ്റീഷനെ അപ്രൂവ് ചെയ്യുകയാണ് ശരിക്കും കോമ്പറ്റീഷൻ ആക്ട് ചെയ്യുന്നത്. മർജർ ആൻഡ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി മെർജ് ചെയ്യുന്ന സമയത്തും കോമ്പറ്റീഷൻ ആക്ട് കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ പാലിക്കാനുണ്ട്. അതൊക്കെയാണ് മർജർ ആൻഡ് അക്വിസിഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങളാണ്. MRTP, ഇൻഡസ്ട്രിയൽ പോളിസിയിലേക്ക് വരാം. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ പോളിസിയിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് MRTP പണ്ടുണ്ടായിരുന്ന MRTP ആണ്. കോമ്പറ്റീഷൻ ആക്ടിന് മുമ്പ് ഉണ്ടായിരുന്ന എന്താ, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആണ്. അതിനുശേഷമാണ് കോമ്പറ്റീഷൻ ആക്ട് വന്നത്. ഇതൊന്നും നിങ്ങൾക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു നോളജിന് മാത്രം വെക്കുക. കോമ്പറ്റീഷൻ ആക്ട് 2002 മുമ്പ് ഉണ്ടായിരുന്നത് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ആണ്. അത് നിർത്തലാക്കിയതിനു ശേഷമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നത്. ഓക്കെ, MRTP ആക്ടിൽ പെനാൽറ്റി ഒന്നും, അതായത് ഫൈൻ ഒന്നും ഇമ്പോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ലായിരുന്നു. പെനാൽറ്റി ഒന്നും ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻ ആക്ടിൽ ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി നോക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി സിമ്പിൾ ടോപ്പിക്. ഇൻഡസ്ട്രിയൽ പോളിസി നോക്കാം. ഇനി ഐ തിങ്ക് 10 pages കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. അഡീഷണൽ പോയിന്റ് സെക്ഷൻ നിങ്ങൾ വായിക്കേണ്ടതാണ്. അഡീഷണൽ പോയിന്റ് സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. അഡീഷണൽ പോയിന്റ് സെക്ഷൻ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ഐ തിങ്ക് 25+ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ പോളിസി 1991 1991 ന്യൂ ഇക്കണോമിക് പോളിസി NEP വന്നത്. ന്യൂ ഇക്കണോമിക് പോളിസി വന്നത് പുത്തൻ സാമ്പത്തിക നയം എന്നതാണ് അതിനെ പറയാം. പുത്തൻ സാമ്പത്തിക നയം. ഓക്കെ, പുത്തൻ സാമ്പത്തിക നയം, അതാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ 1991 മുമ്പ് എന്തായിരുന്നു? 1991 മുമ്പ് റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. അതായത് പബ്ലിക് സെക്ടറിന് പബ്ലിക് സെക്ടറിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കമ്പനീസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനീസിനൊക്കെ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഡൊമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആയിരുന്നു. അതായത് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ അടക്കി ഭരിച്ചിരുന്നത് പബ്ലിക് സെക്ടർ ആയിരുന്നു. 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ LPG ഫ്രെയിംവർക്കിന് ശേഷമാണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എൻട്രി ആൻഡ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസി ഉണ്ടായിരുന്നു. കുറച്ച് മാത്രമേ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. ലിമിറ്റഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലായിടത്തും റെസ്ട്രിക്ഷൻ ആണ്, ഓരോന്നിനും റെസ്ട്രിക്ഷൻ ആയിരുന്നു. പബ്ലിക് സെക്ടറിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം വന്നത് ഇൻഡസ്ട്രിയൽ പോളിസി 1991 വന്നതിന് ശേഷമാണ്. നോക്കുക, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓരോ ഘട്ടമായിട്ടാണ് 1991 എത്തിയത്. ആദ്യം 1948 വന്നു. അതിനുശേഷം 1956 വന്നു. 56 വന്നതിന് ശേഷം 77 വന്നു, 80 വന്നു, 90 വന്നു. അങ്ങനെയാണ് 91 വരുന്നത്. ഓക്കെ, പിന്നെ ഓരോന്നും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 വന്നു. 48 വന്നത് IPRൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രീസ്, ഒന്ന് മിക്സഡ് സെക്ടർ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രീസ്, പിന്നെ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. ഇങ്ങനെ 4ആയിട്ടാണ് ഇൻഡസ്ട്രീസിനെ 1948 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഡീൽ ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 എത്ര ഗ്രൂപ്പായിട്ടാണ് ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിരുന്നത്? 4 ഗ്രൂപ്പായിട്ടാണ് ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഏതൊക്കെയാ? ഇൻഡസ്ട്രീസ് വിത്ത് എക്സ്ക്ലൂസീവ് സെൻട്രൽ ഗവൺമെന്റ്, then mixed sector, state resolution, private sector. Okay, then industrial policy resolution 1956 1956 പ്രധാനമായിട്ട് ഇൻഡസ്ട്രീസിനെ 3 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ഷെഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3ആയിട്ട്. IPR 1956 3 ആയിട്ട്. ഷെഡ്യൂൾ എയിൽ സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ്, ഷെഡ്യൂൾ ബിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രീസ്, ഷെഡ്യൂൾ സിയിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ സ്പീഡപ്പ് ചെയ്യുക, പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെയായിരുന്നു 1956 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1977 ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്.
കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1977 1980 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1980 ബാലൻസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്ത് ബാലൻസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വേണം എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1980 ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞത്. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1990 എന്താ സ്മോൾ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1990. ദെൻ നോക്കുക ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. പ്രധാനമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ വ്യാവസായിക നയം 1991 വന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ നഷ്ടം, അതായത് സാമ്പത്തികമായി കുറെ നഷ്ടങ്ങൾ ഉണ്ടായി. 6.1% ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും 8.4% നഷ്ടം കൂടി. 1980 6.1% ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അത് 90-91 കാലയളവിൽ 8.4% കൂടി. ഇത് ഒന്നാമത്തെ കാരണമായിട്ട് പറയാം. ഓക്കെ, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ്, മാക്രോ എക്കണോമിക് ക്രൈസിസ്, പ്രൈസ് എല്ലാത്തിനും വില കൂടി, സാധനങ്ങൾക്കൊക്കെ വില കൂടി. ഗൾഫിൽ ക്രൈസിസ് വന്നു. ഇന്നാഡിക്കസി ഓഫ് പാസ്റ്റ് പോളിസി, മുമ്പുണ്ടായിരുന്ന പോളിസിയൊക്കെ വൻ പരാജയമായിരുന്നു. അതേപോലെ തന്നെ ഫാൾ ഇൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഫോൾസ് വന്നു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 വരാൻ കാരണം. ഓക്കെ, 1991 എന്തൊക്കെയാ പറഞ്ഞത്? റീഡെഫിനിഷൻ ഓഫ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന്റെ പണ്ട് കാലത്ത് പബ്ലിക് സെക്ടറിനായിരുന്നു കൂടുതൽ പ്രാധാന്യം, അത് മാറ്റി പ്രൈവറ്റ് സെക്ടറിന് വന്നു. എക്സ്പാൻഷൻ സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് സെക്ടറിന്റെ സ്കോപ്പ് കൂടി. ഡീ ലൈസൻസിങ്, പല കാര്യങ്ങൾക്കും ഇന്ത്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് നിർബന്ധമായിരുന്നു. പിന്നീട് അത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് കുറച്ചു. ദെൻ ലിബറലൈസേഷൻ വന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരാനുള്ള ഒരു കണ്ടീഷൻ വന്നു. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പോളിസി ലിബറലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടെ സ്ട്രിക്റ്റ് കുറച്ചു എന്നതാണ്. ലെസ് സ്ട്രിക്റ്റ് എന്നാണ് പറയാം. സ്ട്രിക്റ്റ് അത്ര ഇല്ല എന്നുള്ളതാണ്, കുറച്ചുകൂടെ ലൂസ് ആക്കി എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസേഷൻ കുറച്ചുകൂടെ പോളിസികൾ കുറച്ചുകൂടെ ലിബറലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ കുറച്ചു എന്നതാണ് അർത്ഥം. ടാക്സ് റേറ്റ് കുറച്ചു, ബാങ്കിങ് സെക്ടർ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഫീച്ചേഴ്സ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂൾസിലൊക്കെ ഒരു അയവ് വരുത്തുക എന്നുള്ളതാണ്. റൂൾസ് ഒക്കെ കുറച്ചുകൂടെ കുറക്കുക, റൂൾസിന്റെ സ്ട്രിക്ട്നെസ് ഒക്കെ കുറച്ചുകൂടെ കുറക്കുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ കുറച്ചുകൂടെ കുറക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് വന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നു, അതൊക്കെ പ്രൈവറ്റൈസേഷൻ ഉൾപ്പെടാം. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യൻ കമ്പനീസിനെ ഇടപെടാനുള്ള ഒരു അധികാരമാണ് ഗ്ലോബലൈസേഷനിലൂടെ കൊണ്ടുവന്നത്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി എന്ത് ചെയ്യുന്നു? വ്യാപാരത്തിലൊക്കെ ഇടപെടുന്നു, ട്രേഡ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. അതൊക്കെയാണ് ഗ്ലോബലൈസേഷനിൽ വരിക. ഓക്കെ, ഇന്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി ഇൻറ്റു വേൾഡ് എക്കണോമി എന്നാണ് ഗ്ലോബലൈസേഷനിൽ വരിക. അതായത് നമ്മുടെ രാജ്യത്തുള്ള എക്കണോമി മറ്റു രാജ്യത്തുള്ള എക്കണോമിയുമായി ഒക്കെ കൂടി ചേർന്ന് അവരുമായിട്ടൊക്കെ വ്യാപാരം നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നോക്കാം ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് വെയിറ്റ് അഡീഷണൽ പോയിന്റ് സെക്ഷന് മുമ്പ് 2 പേജസ് കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 2 പേജസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ടൈപ്സ് ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ. ഓക്കെ, പ്രധാനമായിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ്. അപ്പോൾ ചിലപ്പം ബാലൻസ് എക്സ്പെൻസ് കൂടാം, ചിലപ്പോൾ ഇൻകം കൂടാം, അതൊക്കെ സംഭവിക്കാം അല്ലെ? എക്സ്പെൻസ് കൂടാം, ഇൻകം കൂടാം, അതൊക്കെ സംഭവിക്കാം. അത് പല രീതിയിൽ ഡിസിക്വിലിബ്രിയം സംഭവിക്കാം. ഡിസിക്വിലിബ്രിയം എന്ന് വെച്ചാൽ ചിലപ്പം ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടം സംഭവിക്കാം, എക്സ്പെൻസ് കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻകം കൂടാം, സർപ്ലസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവാം, അതൊക്കെ സംഭവിക്കാം. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് സൈക്ലിക്കൽ ഡിസിക്വിലിബ്രിയമാണ്. സൈക്കിൾ ഓർ ട്രേഡ് ബിസിനസ്. ഒരു ബിസിനസ് ചിലപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, കൊറോണ പോലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എക്കണോമി എന്ത് ചെയ്യുന്ന നല്ല രീതിയിൽ തകരും. അതാണ് സൈക്കിൾ. ഓരോ സൈക്കിൾ ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സമയമാണ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആണ്, അപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടായി. ഇപ്പോൾ കൊറോണ ടൈമിലാണെങ്കിൽ നമുക്ക് എക്കണോമി ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും പോവുക. ഓക്കെ, അങ്ങനെ ഓരോ സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് ഓഫ് ബിസിനസ് ഒക്കെ ഒരു സൈക്ലിക്കൽ ഡിസിക്വിലിബ്രിയത്തിൽ വരാം. ഓക്കെ, അപ്പോൾ ഓരോ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദെൻ സെക്യുലർ ഡിസിക്വിലിബ്രിയം എന്താ? പെട്ടെന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് വരിക, അതായത് ഒരുപാട് പോപ്പുലേഷൻ കൂടുക, അതേപോലെ തന്നെ ടെക്നോളജി പെട്ടെന്ന് മാറ്റം സംഭവിക്കുക. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നഷ്ടം അല്ലെങ്കിൽ ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് വരാം. ഓക്കെ, പെട്ടെന്ന് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടെക്നോളജി നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ എക്കണോമി എന്ത് ചെയ്യും? തകർന്നു പോകും. അപ്പോൾ ടെക്നോളജിക്കലി പരമായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് സെക്യുലർ ഡിസിക്വിലിബ്രിയം വരിക. ദെൻ സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം ലൈക്ക് ഫോറിൻ ഡിമാൻഡ്, ഫോറിൻ പോളിസിയിലൊക്കെ ചേഞ്ചസ് വരുത്താം,
ഫോറിൻ പോളിസി മാറ്റം വരുത്തുക, പെട്ടെന്നായിരിക്കും മറ്റൊരു രാജ്യത്തെ പോളിസിയിൽ മാറ്റം വരുത്തുക, നമ്മൾ മറ്റേ ട്രേഡിംഗ് നടത്താൻ പാടില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പോളിസീസ് ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മളെ എക്കണോമിനെ ബാധിക്കും. ദെൻ ടെമ്പററി ഡിസ്ക്രിപ്റ്റൻ, കുറച്ച് കാലയളവിലേക്ക്, ഫോർ എക്സാമ്പിൾ ലൈക്ക് കുറച്ച് കാലം 3-4 മാസത്തേക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാലത്തിലേക്ക് ഷോർട്ട് പീരീഡിലേക്ക് എന്തെങ്കിലും ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കാം, എക്കണോമിയിൽ തകർച്ച സംഭവിക്കാം. ദെൻ ഫണ്ടമെന്റൽ ഡിസ്ഇക്വിലിബ്രിയം ഉണ്ട്, കുറച്ചുകൂടെ ഫണ്ടമെന്റൽ ഡിസ്ഇക്വിലിബ്രിയം സെക്യുലർ ഡിസ്ഇക്വിലിബ്രിയം പോലെ തന്നെയാണ്. സെക്യുലർ ഡിസ്ഇക്വിലിബ്രിയം പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന പ്രശ്നം. പക്ഷേ സെക്യുലർ ഡിസ്ഇക്വിലിബ്രിയം ലോങ് പീരീഡിൽ സംഭവിക്കുന്നു. ഫണ്ടമെന്റൽ ഡിസ്ഇക്വിലിബ്രിയം കുറച്ച് ഷോർട്ട് ടേമിലേക്കാണ് ഫണ്ടമെന്റൽ ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കുക. സെയിം ആണ്, ഏറെക്കുറെ സെയിം ആണ് ഫണ്ടമെന്റൽ ആൻഡ് സെക്യുലർ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, എക്സിം ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1960 വന്നത്. 67 മെമ്പേഴ്സ് ആണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പീൻസിലാണ് വരിക. ഓക്കെ. ദെൻ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, എസ്റ്റാബ്ലിഷ് 1982, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അതേപോലെ തന്നെ AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്ജിംഗ്, ചൈന, എസ്റ്റാബ്ലിഷ് 2016. ഒന്നുകൂടെ പറയാം, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെ വന്ന് 1960, ഹെഡ് ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പീൻസിലാണ് ഇത് വരുന്നത്. എക്സിം ബാങ്ക് എവിടെയാണ് വന്നത്? മുംബൈയിലാണ് വന്നത്. അതേപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എവിടെയാണ് വന്നത്? ബെയ്ജിംഗ്, ചൈന, ഇവിടെയാണ് വന്നത്. ഓക്കെ. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഹെഡ് ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പീൻസ്. എക്സിം ബാങ്ക് മുംബൈ. ദെൻ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ബെയ്ജിംഗ്, ചൈന. ഇയർ ADB 1960, എക്സിം ബാങ്ക് 1982, AIIB 2016. അഡീഷണൽ പോയിന്റ് സെക്ഷൻ നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. ഓക്കെ. യു ഷുഡ് നോട്ട് ദോസ് പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു സ്കോർ മോർ മാർക്സ്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സിലബസിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു ഏരിയ ആണ് അഡീഷണൽ പോയിന്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ PYQ plus MCQ സെക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അതേപോലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടെ തിരുത്താനുണ്ടായിരുന്നു. വെയിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോവാം. വെയിറ്റ്. ദിസ് വൺ. യെസ്. കൺസ്യൂമർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറോടെ ഡിസ്കസ് ചെയ്യാം. It involves previously asked questions and expected questions. Okay. From the following, which one is not a method of privatization? Okay. From the following, which one is not a method of privatization? Franchising ഉണ്ട്, sale of business ഉണ്ട്, denationalization ഉണ്ട്, all of these ഉണ്ട്. വേറെ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിൽ ഓഫ് ബിസിനസ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗവൺമെന്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനി പ്രൈവറ്റ് സെക്ടർ കമ്പനിയായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പബ്ലിക് സെക്ടർ കമ്പനി പ്രൈവറ്റ് സെക്ടർ കമ്പനിയായി മാറ്റാം? ഒന്ന്, ബിസിനസിന്റെ കുറച്ച് ഭാഗം പ്രൈവറ്റ് കമ്പനിക്ക് വിറ്റിട്ടാവാം. ഓക്കെ, അതാണ് സെയിൽ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനി എങ്ങനെയാണ് പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറുക? പബ്ലിക് കമ്പനിയുടെ ഒരു ഭാഗം, സെയിൽ ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ ഒരു ഭാഗം വിറ്റിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രൈവറ്റ് കമ്പനിയായി മാറാൻ വേണ്ടി പറ്റും. അപ്പോൾ സെയിൽ ഓഫ് ബിസിനസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പബ്ലിക് കമ്പനി എങ്ങനെ പ്രൈവറ്റ് കമ്പനിയായി മാറാന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ ഒരു ഭാഗം വിറ്റിട്ട് പ്രൈവറ്റ് കമ്പനിയായി മാറാം. സെയിൽ ഓഫ് ബിസിനസിന്റെ ഒരു ഭാഗം വിറ്റിട്ട് സെയിൽ ചെയ്യാൻ നടത്തിയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയായി പ്രൈവറ്റൈസേഷനായി മാറാം. അപ്പം ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. From the following, which one is the most appropriate mode of entry into international business and an enterprise with little experience of international markets? Okay. ആൻസർ എക്സ്പോർട്ടിംഗ് ആണ് വരിക. നോക്കാം, ഒരു കമ്പനിക്ക് ഏറ്റവും ഈസി ആയിട്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എൻട്രി
ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ടു എന്റർപ്രൈസ് വിത്ത് ലിറ്റിൽ എക്സ്പീരിയൻസ്. അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും, ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കും. അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഫോറിൻ കമ്പനിയിലേക്കൊക്കെ വ്യാപിക്കണം, ഇന്ത്യൻ കമ്പനിക്ക് മറ്റു രാജ്യങ്ങളിലും ട്രേഡ് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാ? എക്സ്പോർട്ടിംഗ് നടത്തുക എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നതാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ടു ലിറ്റിൽ എക്സ്പീരിയൻസ്. കുറച്ച് എക്സ്പീരിയൻസേ ഉള്ളൂവെങ്കിൽ ഏറ്റവും നല്ല വഴി ഏതാ? എക്സ്പോർട്ടിംഗ് ആണ്. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും സിംപിളസ്റ്റ് വേ, ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ഏതാ? എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ നേരെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഒരു എ കോളം ABCD ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് കിടക്കാം. ഓരോന്നിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ഇവിടെ കൊടുത്തത്. WTO ജനീവയാണ് കറക്റ്റ് ആൻസർ. ഒന്നിന് എക്ക് 2 ആൻസർ വരിക. എക്ക് 2 ആൻസർ വരിക. ശ്രദ്ധിക്കാം, എക്ക് 2 ആൻസർ വരിക. WTOന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡ്. ദെൻ IMF വാഷിംഗ്ടൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വരിക. ദെൻ നെക്സ്റ്റ് വൺ FAO വരുന്നത് എവിടെയാ? FAO ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് റോം. FAO വരുന്നത് റോമിലാണ്. ദെൻ യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ് ബെൽജിയം. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ വരുന്നത്. യെസ്. Wait. I will explain. Wait. Wait here. FAO എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് FAO ഫുൾ ഫോം. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി. ഓക്കെ, FAO റോം, ഇറ്റലി. ഓക്കെ, FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. Yes. റോം, ഇറ്റലി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ റോം, ഇറ്റലിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ ബ്രസൽസിലാണ് വരിക. ബ്രസൽസ് ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. ബ്രസൽസ്, ബെൽജിയം. ഓക്കെ, ബെൽജിയം എന്ന് തരാം, അല്ലെങ്കിൽ ബ്രസൽസ് തരാം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 എത്ര കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ഈസി. B 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസ് ആയിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതിൽ സ്റ്റേറ്റ് മോണോപ്പൊളി അല്ലെങ്കിൽ സെൻട്രൽ മോണോപ്പൊളി, ദെൻ പബ്ലിക് ഇൻഡസ്ട്രീസ് ആണ്, ദെൻ മിക്സഡ് സെക്ടർ, ദെൻ ലൈക്ക് ഇങ്ങനെ 4ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4ആയിട്ട് 1948 ഇൻഡസ്ട്രിയൽ പോളിസി 4ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 4 കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റേറ്റ് മോണോപ്പൊളി, 2 മിക്സഡ് സെക്ടർ, ദ ഫീൽഡ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ, ഓൾ അതർ ഇൻഡസ്ട്രീസ്. അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് നോട്ട് എ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, മാനിപ്പുലേഷൻ ഓഫ് പ്രൈസ്, ടൈപ്പ് in sales, price discrimination, manipulation of price is not a restrictive. I think ഈ ക്വസ്റ്റ്യനിൽ manipulation of price, restrictive trade practices was one which has effect of trade restricting competition in a manner that are to restrict buying and selling. Wait. From the following identify which one is not a restrictive trade practice? I think this question is wrong. ഞാൻ ഈ ക്വസ്റ്റ്യൻ റോങ് ആയിട്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. ഇതൊരു റോങ് ക്വസ്റ്റ്യൻ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ലീവ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒഴിവാക്കിയേക്ക്. അതിന് പകരം I will explain. I will change this question. ക്വസ്റ്റ്യൻ നമ്പർ 5 പകരമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് PDF തരാം. ഓക്കെ, PDF ക്വസ്റ്റ്യൻ നമ്പർ 5 പകരം വേറൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ PDF തരാം. ഓക്കെ, കുറച്ചുകൂടെ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 പകരം വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ,
ജസ്റ്റ് ലീവ് ഇറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട് എ പാർട്ട് ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടാത്തത് ഏതാ? IMF ആണ്. IMF ആണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ബി ആണ്, IMF ആണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഏതൊക്കെ വരും? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ദെൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടാത്തത്. ഇതൊരു വർഷം ചോദിച്ച ചോദ്യമാണ്. റിഡ്രസൽ മെക്കാനിസം, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എങ്ങനെയുള്ള റിഡ്രസൽ മെക്കാനിസം ആണ്? 3 ടയർ സിസ്റ്റം. ഈസി ക്വസ്റ്റ്യൻ. 3 ടയർ സിസ്റ്റം എന്തൊക്കെയാ? സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഓക്കെ, 1 crore വരെയുള്ളതാണെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മീഷൻ, 1 crore to 10 crore ആണെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ, എബോവ് 10 crore ആണെങ്കിൽ നാഷണൽ കമ്മീഷൻ. അങ്ങനെ 3 ടയർ സിസ്റ്റം ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉള്ളത്. ഓക്കെ, 3 ടയർ സിസ്റ്റം, 3 ടയർ സിസ്റ്റം. Then quantitative import restrictions which limit the quantity of the products being imported is called import tariff, trade restraint, embargo quota. Embargo quota. Okay. Quantitative import restrictions. Quantitative import restrictions നെ എന്താ പറയാ? ക്വാട്ട. സിമ്പിൾ ആണ്. ഇത് ഒരു വർഷം ചോദിച്ച ചോദ്യമായിരുന്നു. എന്താ പറയാ? ഒരു രാജ്യത്ത് നിന്ന് പറയാണ്, ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് US ഗവൺമെന്റിനോട് പറയാണ്, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് 200 കിലോയിൽ കൂടുതൽ, ഞാൻ ഇമാജിനറി എക്സാമ്പിൾ, 200 kg കൂടുതൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയാം. ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. ഇതിനാണ് ക്വാട്ട എന്ന് പറയാം. ഇത്ര ക്വാണ്ടിറ്റിക്ക് മുകളിലേക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടുവരരുത്. ഇതിനെ ക്വാട്ട എന്ന് പറയാം. ക്വാട്ട എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. The RBI policy which significantly influence the savings, investment and consumer spending on the economy through which of the following policy? RBI പോളിസിനെ പറയാം മോണിറ്ററി പോളിസി എന്ന് പറയാം. RBI പോളിസിനെ എന്താ പറയാ? മോണിറ്ററി പോളിസി. സിമ്പിൾ വൺ. RBIയുടെ പോളിസിനെ മോണിറ്ററി പോളിസി എന്ന് പറയാം. അപ്പോൾ RBI ഓരോ വർഷം പോളിസി ഉണ്ടാക്കും, അതിനെ മോണിറ്ററി പോളിസി എന്നാ പറയാം. ഓക്കെ, ജസ്റ്റ് വൺ. വെയിറ്റ് ദിസ് വൺ ലൈക്ക് RBI പോളിസിനെ എന്താ പറയാ? മോണിറ്ററി പോളിസി എന്നാണ് പറയാ. RBI പോളിസിനെ മോണിറ്ററി പോളിസി. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിനെ മോണിറ്ററി പോളിസി എന്നാണ് പറയാം. ഓക്കെ. At present, company having business in various countries around in the world is known as. ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെന്താണ് പറയാന്നുള്ളതാണ്. അപ്പം ഗ്ലോബൽ കോർപ്പറേഷൻ ആണ്, സെൻട്രലൈസ്ഡ് ആൻഡ് ഗ്ലോബലി സ്കെയിൽ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അറ്റ് പ്രസന്റ് ദ കമ്പനി ഹാവിംഗ് ബിസിനസ് ഇൻ വേരിയസ് കൺട്രീസ് അറൌണ്ട് ഇൻ ദ വേൾഡ്. അത് ചിലപ്പോൾ ഗ്ലോബൽ കോർപ്പറേഷൻ തന്നെ ആവണമെന്നില്ല. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ ആയാലും മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയാലും ഒരുപാട് രാജ്യത്തുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും ഒരു ചെറിയൊരു ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ കോർപ്പറേഷൻ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ കമ്പനീസിന് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് ഗ്ലോബൽ കോർപ്പറേഷൻ ആവാം, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ ആവാം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ചേഞ്ച് ലൈക്ക് അറ്റ് പ്രസന്റ് ദ കമ്പനി ഹാവിംഗ് ദ ബിസിനസ് ഇൻ വേരിയസ് കൺട്രീസ് like this one. ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേറെ രീതിയിലാക്കാം. At present the company having business in at present company having business in at present wait at present the company having the company not having business in various countries. Company not having business in various countries, then ഓപ്ഷൻ മാറ്റിയിട്ട് ഇവിടെ ഇന്റർനാഷണൽ കോർപ്പറേഷന് പകരം ഡൊമസ്റ്റിക് ആക്കാം. ഡൊമസ്റ്റിക് കമ്പനി ആക്കാം. ആൻസർ കോളം ആക്ച്വലി ഇറ്റ്സ് ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് വെയിറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഡൊമസ്റ്റിക് കമ്പനി. ഇതിപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ചെയ്ത് തന്നാൽ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ആൻസർ സി ആണല്ലോ. ഓപ്ഷൻ വരും, ഓപ്ഷൻ സി. വെയിറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കാം, ഇവിടുത്തെ ചോദ്യം നോക്കാം. ഡൊമസ്റ്റിക് കമ്പനീനെ കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഡൊമസ്റ്റിക് കമ്പനി business of operation in one country only. Their country only. Okay.
ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടുത്തെ ചോദ്യം നോക്കാം. അറ്റ് പ്രസന്റ് ദ കമ്പനി നോട്ട് ഹാവിംഗ് ബിസിനസ് ഇൻ വേരിയസ് കൺട്രീസ്. ബിസിനസ് അതായത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ ആയാലും മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയാലും ഗ്ലോബൽ കോർപ്പറേഷൻ ആയാലും ഒരു കമ്പനിക്ക് പല രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉണ്ടാവും. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് നോട്ട് ഹാവിംഗ് എന്നാ പറയുന്നത്. നോട്ട് ഹാവിംഗ് അതായത് മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്താത്ത കമ്പനിയെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ആ ഒരു നാട്ടിൽ മാത്രമേ ബിസിനസ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ബിസിനസ് ഉണ്ടാവുള്ളൂ, മറ്റ് രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ നോട്ട് ഹാവിംഗ് ബിസിനസ് ഇൻ വേരിയസ് കൺട്രീസ് എന്ന ചോദ്യത്തിന് ആൻസർ എന്താ വരിക? ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി എന്താ? ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി ഹാവിംഗ് ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദെയർ കൺട്രി ഓൺലി. അവരുടെ രാജ്യത്ത് മാത്രമേ ബിസിനസ് ഓപ്പറേഷൻ ഉണ്ടാവുള്ളൂ. ഇനി തിയറി ആരെ ഡെവലപ്പ് ചെയ്തെന്നുള്ള ഒരു ചോദ്യമാണ്. ഡയറക്റ്റ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ പോവാം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ആൻസർ. ഓപ്ഷൻ സി നോക്കാം. എക്ക് 3 കമ്പറേറ്റീവ് കോസ്റ്റ് തിയറി ആരാ? ഡേവിഡ് റിക്കാർഡോ. ബിക്ക് 2 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ആരാ ഡെവലപ്പ് ചെയ്തേ? ഗോഡ്ഫ്രിഡ് ഹാബർലർ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഡെവലപ്പ് ചെയ്തത്. സിക്ക് 4 ഫാക്ടർ എൻഡോമെന്റ് തിയറി ആരാ? എക്സ്റ്റർ ഒഹിലിൻ തിയറിയാണ്. ഡിക്ക് 1 അബ്സല്യൂട്ട് കോസ്റ്റ് തിയറി ഏതാ? ആദം സ്മിത്ത്. അപ്പോൾ കമ്പറേറ്റീവ് കോസ്റ്റ് തിയറി ഡേവിഡ് റിക്കാർഡോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഗോഡ്ഫ്രിഡ് ഹാബർലർ, ഫാക്ടർ എൻഡോമെന്റ് തിയറി എക്സ്റ്റർ ഒഹിലിൻ, അബ്സല്യൂട്ട് കോസ്റ്റ് തിയറി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആദം സ്മിത്ത്. ഓക്കെ, ഇതാണ് ഇതിന്റെ തിയറി കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഫോർ സെറ്റിംഗ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് വിച്ച് ഗവേണിംഗ് ഫാക്ടർ ഈസ് യൂസ്ഡ് ടു ഡിസൈഡ് ഇൻ ദ ടൈപ്പ് ഓഫ് റിട്രസൽ ഏജൻസി. The choice of the consumer, the area and scale of goods and service produced, the value of goods and services sold, the type of goods and service sold. Okay, ഇവിടെ നോക്കാം. ഇവിടെ ആൻസർ വരിക സി ആണ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത്? വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സോൾഡ്, എത്രത്തോളം നിങ്ങൾക്ക് നഷ്ടമുണ്ടായി. അപ്പോൾ 1 കോടി വരെയുള്ളതാണെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മീഷൻ, 1 കോടി മുതൽ 10 കോടി വരെയുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ, 10 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ നാഷണൽ കമ്മീഷൻ. അങ്ങനെ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സോൾഡിനനുസരിച്ചാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് നമ്മൾ തീരുമാനിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാതി കൊടുക്കാറുള്ളത്. അപ്പോൾ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രധാനമായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാതി കൊടുക്കാറുള്ളത്. അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ ആണെങ്കിൽ 1 crore വരെ, സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ 1 crore to 10 crore വരെ, നാഷണൽ കമ്മീഷൻ ആണെങ്കിൽ more than 10 crore വരെ. Then from the following, wait, again the spelling mistake. From the following, which one is not fall the ambit of objectives of Competition Actil പെടാത്ത കാര്യങ്ങൾ ഏതെന്നാണ്? കോമ്പറ്റീഷൻ ആക്ടിൽ പെടാത്ത കാര്യങ്ങൾ ഏതെന്നാണ് ചോദ്യം. കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, എൻകറേജ് കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. പ്രിവെന്റ് അബ്യൂസ് ഓഫ് ഡൊമിനന്റ് പൊസിഷൻ. ഓക്കെ, കറക്റ്റ് ആണ്. പ്രിവെന്റ് മോണോപോളിസ്റ്റിക് റൈറ്റ് അറൈസിംഗ് ഔട്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. This one is actually wrong. D, regulate mergers and acquisition വരുന്നുണ്ട്. C, SS. മോണോപോളിസ്റ്റിക് റൈറ്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് അതിൽ പറയുന്നില്ല. പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കാം. കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാം. ഓക്കെ, റെഗുലേറ്റ് മെർജർ ആൻഡ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യാനുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷൻ ആക്ടിൽ. കോമ്പറ്റീഷനെ എൻകറേജ് ചെയ്യുന്നു. അബ്യൂസ് ഓഫ് ഡൊമിനന്റ് പൊസിഷൻ, എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിൽ ഒരു ഫോം മാത്രം കൈയടക്കി വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക, തടയുക. റെഗുലേറ്റ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ഓക്കെ, ദിസ് വൺ A, B, D ആണ്, സി വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the incorrect one. IMF has 190 country as its members. IMF is an outcome of Bretton Woods Conference. IMF is known as soft loan window. Headquarters of IMF is situated in Washington DC. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിക്കുന്നത്. ആൻസർ സി. IMF is not as soft loan window. This one is wrong. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് IMF is known as soft loan. IMF അല്ല, IDA ആണ്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണ് സോഫ്റ്റ് ലോൺ വിൻഡോ ആയിട്ട് അറിയപ്പെടുന്നത്. സോഫ്റ്റ് ലോൺ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ലോൺ വിൻഡോ വെയിറ്റ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുക, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഹോളിഡേ കൊടുക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടും സോഫ്റ്റ് ലോൺ വിൻഡോ എന്നറിയപ്പെടുന്നത്. പിന്നെ അത് IDA ആണ്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണ് സോഫ്റ്റ് ലോൺ വിൻഡോ എന്നറിയപ്പെടുന്നത്. ഓക്കെ,
IMF 190 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. 190 രാജ്യങ്ങളാണ് IMF. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് IMF വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IMF സിറ്റുവേറ്റഡ് ഇൻ വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതൊക്കെ റൈറ്റ് ആണ്. അപ്പം IMF അല്ല സോഫ്റ്റ് ലോൺ വിൻഡോ. സോഫ്റ്റ് ലോൺ വിൻഡോ ഏതാ? IDA ആണ്. ഓക്കെ. Then next one, 15th question. If the claim by consumer is rupees 78 lakhs, 78 ലക്ഷം രൂപയുടെ പരാതിയാണെങ്കിൽ ഏത് കോർട്ടിലാണ് വരിക? 1 കോടി വരെയുള്ള പരാതിയാണെങ്കിൽ എവിടെയാണ് വരിക? ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറം. ഓപ്ഷൻ എ. 1 കോടി വരെയുള്ള പരാതിയാണെങ്കിൽ ഡിസ്ട്രിക്ട്. 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ സ്റ്റേറ്റ്. 10 കോടിക്ക് മുകളിലാണെങ്കിൽ നാഷണൽ. ഇവിടെ എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? 78 ലക്ഷത്തിന്റെ പരാതിയാണെങ്കിൽ, ക്ലെയിം ചെയ്യുന്നത് 78 ലക്ഷം രൂപ വാല്യൂ ഉള്ളതാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിലാണ് വരിക. കാരണം എന്താ? 1 കോടി വരെയുള്ളതാണെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മീഷനിലാണ് വരിക. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാല്യുവേഷൻ സിസ്റ്റം യൂസ്ഡ് ഫോർ SDR? SDR യൂസ് ചെയ്യുന്ന ഒരു വാല്യുവേഷൻ സിസ്റ്റം ഏതാണ്? സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് വാല്യുവേഷൻ, സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ, വേരിയസ് കറൻസി വാല്യുവേഷൻ, നൺ ഓഫ് ദീസ്. ഐ തിങ്ക് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ. സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ. ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? SDR എന്ന് പറഞ്ഞാൽ പേപ്പർ ഗോൾഡ് ആണ് അല്ലെ? SDR എന്ന് പറഞ്ഞാൽ പേപ്പർ ഗോൾഡിനെയാണ് SDR എന്ന് പറയുന്നത്. പേപ്പർ ഗോൾഡിനെയാണ് SDR എന്ന് പറയുന്നത്. പേപ്പർ ഗോൾഡ്. അതായത് നമ്മൾ ഇന്റർനാഷണൽ കൺട്രീസ് എന്ത് ചെയ്യുന്നത്? IMF ഗോൾഡ് രൂപത്തിലും എന്ത് ചെയ്യേണ്ടത്? റിസർവ് സൂക്ഷിച്ചു വെക്കാറുണ്ട്, പണം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഗോൾഡ് രൂപത്തിലും സൂക്ഷിച്ചു വെക്കും. ക്യാഷ് മാത്രമല്ല, ഗോൾഡ് രൂപത്തിലും സൂക്ഷിച്ചു വെക്കും. അപ്പൊ 5 കറൻസിന്റെ ഒരു തത്തുല്യ യോഗ്യതയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാസ്ക്കറ്റ് വാല്യുവേഷൻ ചെയ്ത 5 കറൻസിയുടെ ബാസ്ക്കറ്റ്, അതായത് US ഡോളർ, യൂറോ, ചൈനീസ് റെൻമിൻബി അല്ലെങ്കിൽ റെൻമിൻബി ആണ് അറിയാം, ദെൻ ജപ്പാനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്. ഇത്രയും കറൻസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഈ 5 ബാസ്ക്കറ്റ് ഓഫ് കറൻസിന്റെ ഇതിലാണ് നമ്മൾ പ്രധാനമായിട്ടും SDR സൂക്ഷിച്ചു വെക്കാറുള്ളത്. അപ്പോൾ SDR ഇസ് എ ബാസ്ക്കറ്റ് ഓഫ് 5 കറൻസി എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന ആൻസർ വന്നത്. ഓക്കെ. റെൻമിൻബി ഐ തിങ്ക് ഇറ്റ് വിൽ ബി. അപ്പോൾ 5 കറൻസിന്റെ ഒരു വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഗോൾഡ് രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാറുള്ളത്. അപ്പോൾ 5 കറൻസി ഏതൊക്കെ? US ഡോളർ, യൂറോ, ചൈനീസ് റെൻമിൻബി, ജപ്പാനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്. ഈ 5 കറൻസിയിലാണ് നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ദെൻ ഈ 5 കറൻസി ബാസ്ക്കറ്റ് ഓഫ് കറൻസി എന്നാണ് ഇതിനെ പറയുക. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്. സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. Okay, the value of SDR tends to be more stable than that of any single currency in standard basket valuation because of exit of internationally accepted measure. Exit is internationally accepted measure. Then its weight of average of exchange rate of 5 major currency, both A and B is imaginary currency. Option B. എന്തുകൊണ്ടാണ് SDR സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് SDR സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്? 5 മേജർ കറൻസിയുടെ ബാസ്ക്കറ്റിനെയാണ്, 5 മേജർ കറൻസി അതിൽ വരുന്നത് കൊണ്ടാണ് അത് സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഗോൾഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഈ 5 കറൻസി രൂപത്തിന്റെ വാല്യൂ ചെയ്തിട്ടാണ്. ഇപ്പം ലൈക്ക് ചൈനീസ് റെൻമിൻബി രൂപത്തിൽ അല്ലെങ്കിൽ US ഡോളറിന്റെ രൂപത്തിലൊക്കെ US ഡോളറായിട്ട് ഇത്ര ഗോൾഡ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈനീസ് റെൻമിൻബി ആയിട്ട് ഇത്ര ഗോൾഡ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പേപ്പർ ഗോൾഡിനെയാണ് SDR എന്ന് പറയാം. അപ്പോൾ 5 മേജർ കറൻസി ഉപയോഗിച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇതിന്റെ ബാസ്ക്കറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. 5 മേജർ കറൻസി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏതൊക്കെയാണ് 5 മേജർ കറൻസി വരിക? 5 മേജർ കറൻസി ഏതൊക്കെയാണ്? ചൈനീസ് റെൻമിൻബി, യൂറോ, US ഡോളർ, ജപ്പാനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്. Question number 18, the biggest question. Okay, there are 2 statements is given, assertion and reason. Then option is given and find the correct code. Okay, question number 18. Question number 18 ആണ്. Question number 18. In capitalism, there are private sectors operating in a profit motive way. In capitalism, there are private sectors operating in a profit motive way. Capitalism, correct statement ആണ്. Capitalism, private sectors operating in a profit. Private parties plays a major role in the flow of factors of production, consumption, capitalism. രണ്ടും കറക്റ്റ് ആണ്. കാരണം പ്രൈവറ്റ് പാർട്ടീസ് ആണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിമാരാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള നോക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്. ആർ ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ. കാരണം എന്താ? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് മുതലാളിമാരായിരിക്കും. കുത്തക ഭരണം എന്നാണ് നമ്മൾ അതിനെ പറയാം പ്രധാനമായിട്ട്. പ്രൈവറ്റ് പാർട്ടീസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ക്യാപിറ്റലിസം. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്. ആർ ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും കറക്റ്റ് ആണ്. പ്രൈവറ്റ് പാർട്ടീസിനാണ് ക്യാപിറ്റലിസത്തിൽ കൂടുതൽ റോൾ ഉള്ളത്. Then consider the following statement, which of them is incorrect. Competition Act was replaced by MRTP Act 1916 and Competition Act came into force on December 2002. FEMA replaced by FERA in 1973. FEMA Act in 1998. PFI means Public Finance Initiative. UNCTAD, United Nations Conference on Trade and Development. Option C ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി only.
സി ഓൺലി. PFI എന്ന് പറഞ്ഞാൽ എന്താ? PFI എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ? Wait. PFI means Private Finance Initiative. Private Finance Initiative എന്നാ PFI ന്റെ ഫുൾ ഫോം. PFI എന്ന് വെച്ചാൽ എന്താ? പ്രൈവറ്റ് ഫിനാൻസ് ഇനീഷ്യേറ്റീവ് ആണ്. ഇവിടെ പബ്ലിക് ഫിനാൻസ് ഇനീഷ്യേറ്റീവ് എന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. കോമ്പറ്റീഷൻ ആക്ട് വന്നത് MRTP ആക്ട് ആയിട്ടുള്ള 1969 MRTP ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നത്. ഫെറ എന്ന് പറയുന്ന ആക്ട് റീപ്ലേസ് ചെയ്തിട്ട് മാറ്റിയിട്ടാണ് 1973 ഫെറ റീപ്ലേസ് ചെയ്തിട്ടാണ് FEMA 1999 വന്നത്. UNCTയുടെ ഫുൾ ഫോം യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ സി മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സി മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Then question number 20. From the following statement, which of them is incorrect? WTO established 1st January 1995 provides a rule for international trade through consensus among member states. IBRD, popularly known as World Bank, which was the product of Bretton Woods Conference. I think option A is the right answer. Both of them are correct. WTO, World Trade Organization, 1995 that provides international trade. വ്യാപാരത്തെ തന്നെയാണ്. WTO ഫുൾ ഫോം എന്താ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അത് എന്തിനാ പ്രധാനമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇന്റർനാഷണൽ വ്യാപാരത്തിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ട്രേഡിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. IBRDനെ വേൾഡ് ബാങ്ക് എന്ന് പറയാറുണ്ട്. അത് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട്. ബ്രിട്ടൻ വുഡ് ട്വിൻസ് ആയിട്ടാണ് അതൊക്കെ വരിക. IMFും IBRDയും വരും. ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ മീറ്റിംഗ് നടന്നപ്പോഴാണ് IMFും IBRDയും വന്നത്. IMF ആൻഡ് IBRD വന്നത്. അപ്പം ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ രണ്ട് പാർട്ടാണ് IMF ആൻഡ് IBRD എന്ന് പറയുന്നത്. അപ്പം ബോത്തും രണ്ടും കറക്റ്റ് ആണ്. IBRD, International Bank for Reconstruction and Development, IBRD 1945, then popularly called World Bank. Headquarters Washington DC, United States, 189 member countries. Then main aim is poverty reduction. Poverty, ദാരിദ്ര്യം കുറക്കുക, മെമ്പർ കൺട്രീസിന് ദാരിദ്ര്യം കുറക്കുക, എന്നിട്ട് ഫിനാൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. ഓക്കെ, യെസ്. Question number 21. Question number 21ലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് question number 5 ഒന്ന് ചേഞ്ച് ചെയ്യാം. Wait. I will explain. Okay, നമുക്ക് question number 5 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേഞ്ച് ചെയ്ത് തരാമെന്നുള്ളത്. Wait. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് തരാം. വെയിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 5 ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5 ഐ വിൽ ചേഞ്ച്. വായിക്കാം. ഇവിടെ ലൈക്ക് ASEAN headquarters situated in ഒരു ക്വസ്റ്റ്യൻ ആണ്. ASEAN headquarters situated in ഓപ്ഷൻസ് നോക്കാം. നേപ്പാൾ, India, ASEAN headquarters, Nepal, India, then wait. Then Jakarta, Indonesia. Jakarta, Indonesia. D, none. ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ASEAN headquarters ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലത്ത്. ജക്കാർത്ത ഇന്തോനേഷ്യയിലാണ് ASEAN headquarters. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വെയിറ്റ്. റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എവിടെയാണ് പഠിച്ചത്? നോക്കാം. ജക്കാർത്ത, ഇന്തോനേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ASEAN headquarters വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് തരാം. നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 ASEAN headquarters ഓപ്ഷൻ സി ആണ് ആൻസർ വരിക.
ആൻസർ സി അല്ലേ വരിക? ആൻസർ സി, ജക്കാർത്ത ഇന്തോനേഷ്യ ആണ് വരിക. ജക്കാർത്ത ഇന്തോനേഷ്യ ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ജക്കാർത്ത ഇന്തോനേഷ്യ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആസിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ, ഇന്ത്യ, ജക്കാർത്ത നൺ. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ജക്കാർത്ത ഇന്തോനേഷ്യ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 ആണല്ലോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. യെസ്, വെയിറ്റ്, ഐ വിൽ കൺക്ലൂഡ് വിത്തിൻ 10 minutes. ഓക്കെ, മാക്സിമം 10 minutes കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. ഒരു 4-5 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇന്റർനാഷണൽ ബിസിനസിന്റെ PDF കൂടെ തരാം. അതുകൊണ്ട് തന്നിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു PDF ആയിരുന്നു. ഏകദേശം ഒരു 250 പേജസിനടുത്ത്, 250 പേജസിനടുത്തുള്ള ഒരു PDF ആണ്. ഓക്കെ, അസേഷൻ നോക്കുക. ഓപ്പറേറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ക്യാൻ ബി സ്പ്രെഡ് ടു ദ എൻ്റയർ ഗ്ലോബ്. ദ സ്റ്റൈൽ ഈസ് ലിമിറ്റഡ് ടു ഇന്റേണൽ എക്കണോമിക്സ് ഓൺലി. ഇവിടെ ആൻസർ നോക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് കൊടുത്തിട്ടുള്ളത്. എ ഈസ് കറക്റ്റ്. ഓപ്പറേറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, അതായത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള ഇത് ഒരു കമ്പനി. എ എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ട്, അതേസമയം US ബ്രാഞ്ച് ഉണ്ട്, ഓസ്ട്രേലിയയിൽ ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ബ്രാഞ്ച് ഉള്ള കമ്പനിയാണ്. ഓക്കെ, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്റർനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള ബിസിനസ്, അതിന്റെ ഓപ്പറേറ്റിംഗ് സ്റ്റൈൽ എന്ന് പല സ്ഥലത്ത് സ്പ്രെഡ് ചെയ്ത് എൻ്റയർ ഗ്ലോബിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് പല രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇന്ത്യൻ കമ്പനി തന്നെ US, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങൾ, എൻ്റയർ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ദ സ്റ്റൈൽ ഈസ് ലിമിറ്റഡ് ടു ഇന്റേണൽ എക്കണോമീസ് ഓൺലി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇത് തെറ്റും, ഇത് റൈറ്റുമാണ്. കാരണം സ്റ്റൈൽ ഈസ് ലിമിറ്റഡ് ടു ഇന്റേണൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൈൽ ഇന്ത്യയിൽ മാത്രമേ, അതായത് ഒരു ബിസിനസ് സ്ഥാപനം, ഇന്റർനാഷണൽ ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒരുപാട് രാജ്യങ്ങളിൽ വ്യാപിക്കുന്നതിനാണ്. അപ്പോൾ സ്റ്റൈൽ ഈസ് ലിമിറ്റഡ് ടു ഇന്റേണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്റേണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് ടു ഇന്റേണൽ എക്കണോമിക്സ്. നമ്മുടെ രാജ്യത്ത് മാത്രമേ അതിന്റെ സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, മറ്റു രാജ്യങ്ങളിലേക്ക് പോവില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പല രാജ്യങ്ങളിലേക്കും സ്റ്റൈൽ ഈസ് സ്പ്രെഡിങ് ടു എൻ്റയർ ഗ്ലോബ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ എ ഈസ് കറക്റ്റ്, ആർ ഈസ് ഇൻകറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരിക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Then, from the following, identify the correct code. Question number 23. Economic integration abolishes the cross-national discrimination. Reason: geographical proximity is an important reason of economic integration. Yes, I think both are correct. Yes, both are correct. കാരണം ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും തമ്മിൽ കൂടിച്ചേരുക, എന്നിട്ട് അടുത്തടുത്തുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ കൂടിച്ചേർന്നിട്ട് അവർ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ അബോളിഷസ് എന്നാ പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യും, അതായത് ഇങ്ങനെയുള്ള വേർതിരിവൊക്കെ അവോയ്ഡ് ചെയ്യും. കാരണം പല രാജ്യങ്ങളും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എക്കണോമിക് ഇന്റഗ്രേഷൻ. അപ്പോൾ അബോളിഷസ് ദ ക്രോസ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ, അബോളിഷസ് ദ ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസ്ക്രിമിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എക്കണോമിക് ഇന്റഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അവോയ്ഡ് ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അവോയ്ഡ്സ് ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അബോളിഷസ് ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള വേർതിരിവൊക്കെ മാറ്റിയിട്ട് ഇക്വാലിറ്റി കൊണ്ടുവരുന്നു. അതാണ് എക്കണോമിക് ഇന്റഗ്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി പ്രത്യേകിച്ചും ഇസ് എൻ ഇമ്പോർട്ടന്റ് റീസൺ ഫോർ എക്കണോമിക് ഇന്റഗ്രേഷൻ. അടുത്തടുത്തുള്ള രാജ്യങ്ങൾ, ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഭൂപ്രകൃതിന്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷനിൽ വരിക. ഇപ്പോൾ സാർക്ക് ആണെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷനിൽ അടുത്തടുത്തുള്ള രാജ്യങ്ങളൊക്കെയാണ് വരിക. അതിന്റെ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷനിൽ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അടുത്തടുത്തുള്ള രാജ്യങ്ങളാവാം, അല്ലെങ്കിൽ ലൈക്ക് അധിക ഇന്റഗ്രേഷനിൽ അടുത്തടുത്തുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് എക്കണോമിക് ഇന്റഗ്രേഷനിൽ. അപ്പോൾ എക്കണോമിക് ഇന്റഗ്രേഷൻ അബോളിഷസ് ക്രോസ് നാഷണൽ ഡിസ്ക്രിമിനേഷൻ. ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി is an important reason for economic integration. Okay, then next one. Which of the following statement is which of them is incorrect? Which of them is incorrect? Which of them is incorrect? Wait. Which of them is incorrect? I think how many questions are there? Okay. ക്വസ്റ്റ്യൻ നമ്പർ 25 വരെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ബ്രീഫ് വ്യൂ ഓൺ 5-year പ്ലാൻ. അതായത് ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് 5-year പ്ലാൻ. ഓരോ 5 വർഷം കൂടുമ്പോഴും 5-year പ്ലാൻ ഉണ്ടായിരുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും 5-year പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. 5-year പ്ലാൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇത് അഡീഷണൽ പാർട്ട് സെക്ഷനാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. 5-year പ്ലാൻ 12 5-year പ്ലാൻ വരെ ഉണ്ടായിരുന്നു. 12 5-year പ്ലാൻ കഴിഞ്ഞതിന് ശേഷമാണ് നിതി ആയോഗ് വന്നത്. ഇപ്പോൾ 5-year പ്ലാൻ ഇല്ല. ഇപ്പം 5-year പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് 25 എണ്ണം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ താഴോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്, സെൽഫായിട്ട് വായിക്കാനുള്ളതാണ്. നന്നായിട്ട് വായിക്കണം.
നിങ്ങൾക്ക് വായിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് സെക്ഷൻ ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസിന് ശേഷം 25 ക്വസ്റ്റ്യൻസിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, സെൽഫായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 24 25 കൂടെ ഞാൻ പറഞ്ഞുതരും. അതിനുശേഷം 5 ഇയർ പ്ലാനിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് വായിച്ചു നോക്കാം. നല്ല ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സമ്മറി പോയിന്റ് സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്, സെൽഫായിട്ട് വായിച്ചു നോക്കേണ്ടത്. ഏകദേശം 200+ പേജസ് ഐ ജസ്റ്റ് ഡിസ്കസ്ഡ് ഓക്കെ ഇൻ 2 വീഡിയോ ക്ലാസ്. 2 വീഡിയോ ക്ലാസ്സിൽ 206 പേജോളം ഞാൻ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ പാർട്ട് സെക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഡീഷണൽ പാർട്ട് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള പാർട്ട് സെക്ഷൻ മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സെൽഫായിട്ട് കുറച്ച് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ വർക്ക് നിങ്ങൾക്ക് സെൽഫായിട്ട് വായിക്കാൻ വേണ്ടി തരുന്നത്. ഓക്കെ, അത് കറക്റ്റ് ഇതിൻ്റെ PDF ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24. FEMA Act in the year 1990 and FEMA provisions are non-compoundable in nature. FEMA Act contains 49 section. Violation of FEMA is civil offence. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആയിരിക്കും. യെസ്, ഫെമ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് 1999 ഫെമ വന്നത്. ഫെമ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദെൻ ഫെമ ആക്ട് കണ്ടെയ്ൻ 49 സെക്ഷനിലാണ് ഫെമ ഉണ്ടാവും. ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നോൺ കമ്പൗണ്ടബിൾ എന്നുള്ളത് തെറ്റാണ്. നോൺ കമ്പൗണ്ടബിൾ എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താ, കമ്പൗണ്ടബിൾ ആണ്. ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കോംപ്രമൈസ് ഓപ്ഷൻസ് ഉണ്ട്. കമ്പൗണ്ടബിൾ ആണ്. കമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഉണ്ട്. നോൺ കമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ കമ്പൗണ്ടബിൾ ആണ്. ഫെമ പ്രൊവിഷൻസ് ആർ കമ്പൗണ്ടബിൾ. Which 5 year plan focused on reducing poverty? ഓക്കെ, ഏത് 5 year പ്ലാൻ ആണ്? 5ാമത്തെ 5 year പ്ലാനിലാണ് പോവേർട്ടി റിഡ്യൂസ് ചെയ്യുക, ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത്. 5ാമത്തെ 5 year പ്ലാനിലാണ്. ഞാൻ പെട്ടെന്ന് 5 year പ്ലാൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു തരാം. 5ാമത്തെ 5 year പ്ലാനിലാണ് ഗരീബി ഹടാവോ, റിഡ്യൂസിങ് പോവേർട്ടി റിഡ്യൂസ് ചെയ്യുക, ദാരിദ്ര്യം റിഡ്യൂസ് ചെയ്യുക, ദാരിദ്ര്യം കുറക്കുക എന്നുള്ളത് പറഞ്ഞത് 5ാമത്തെ 5 year പ്ലാനിലാണ്. 5ാമത്തെ 5 year ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 5th 5 year പ്ലാൻ ലോഞ്ച്ഡ് ബൈ DD ദ. നോക്കുക, ഫസ്റ്റ് 5 year പ്ലാനിൽ പ്രധാനമായിട്ട് എന്താണ്? ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഫസ്റ്റ് 5 year പ്ലാൻ. ആദ്യത്തെ 5 വർഷം, ഓരോ 5 വർഷം കൂടുമ്പോൾ പ്ലാൻ ഉണ്ടായി. 51-56 വർഷം. പ്രധാനമായിട്ട് അഗ്രികൾച്ചർ. ഇതിന്റെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇതിന്റെ പോയിന്റ്സ് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി, ഹറോഡ് ഡോമർ മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അഗ്രികൾച്ചർ, പ്രധാനമായിട്ടും അഗ്രികൾച്ചറിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. 1ാമത്തെ 5 year പ്ലാൻ. 2ാമത്തെ 5 year പ്ലാൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. 56-61 വർഷമാണ്. 3ാമത്തെ 5 year പ്ലാൻ സെൽഫ് ജനറേറ്റിംഗ്, ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക, എല്ലാം സ്വയം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ആണ് 3rd 5 year പ്ലാൻ വന്നത്. 61-66 വർഷമാണ്. കംപ്ലീറ്റ് ഫെയിലിയർ വന്നു ഇന്ത്യ. അത് 3rd 5 year പ്ലാൻ നല്ല രീതിയിലുള്ള പരാജയമായിരുന്നു. അതിന് കാരണമുണ്ട് ചൈനീസ് അഗ്രഷനും ഇന്തോ പാക് വാറുമാണ് പ്രധാനമായിട്ടും 3rd 5 year പ്ലാൻ ഫെയിലിയർ ആവാനുള്ള കാരണം. ദെൻ 66-69 വർഷം പ്ലാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനെ പ്ലാൻ ഹോളിഡേ എന്നാണ് പറയുന്നത്. ദെൻ 4th 5 year പ്ലാൻ 69-74 വർഷമാണ് വന്നത്. ഗ്രോത്ത് റേറ്റ് ഓഫ് അഗ്രികൾച്ചറിന് ഗ്രോത്ത് റേറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് 69-74 പ്രധാനപ്പെട്ട ലക്ഷ്യം. 5th 5 year പ്ലാൻ നോക്കുക, ഗരീബി ഹടാവോ, അതായത് പോവേർട്ടി, ദാരിദ്ര്യം കുറക്കുക. ഇതാണ് ചോദ്യം ചോദിച്ചത്. ഗരീബി ഹടാവോ, പോവേർട്ടി കുറക്കുക എന്നുള്ളതായിരുന്നു 5ാമത്തെ 5 year പ്ലാൻ. 74-79 വർഷമായിരുന്നു. 79-80 വർഷം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 78-80 അല്ല, 79-80 വർഷം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പ്ലാൻ ഹോളിഡേ ആയിട്ട് പറയാം. 79-80 ലൈക്ക് യെസ്, 79-80 വർഷം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം 6th 5 year പ്ലാൻ 80-85 വർഷം വന്നു. അതും നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക, രാജ്യത്തിന്റെ പുരോഗതി, ടെക്നോളജി കൊണ്ടുവരിക, പോവേർട്ടി കുറക്കുക, അൺഎംപ്ലോയ്മെന്റ് കുറക്കുക, അതൊക്കെയാണ്. 7th 5 year പ്ലാൻ 85-90 വർഷം. ഇൻഡസ്ട്രി, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഫുഡ് പ്രൊഡക്ഷൻ, അതൊക്കെയാണ് പ്രധാനമായിട്ടും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, അതൊക്കെയാണ് വന്നത്. 90-92 വർഷം പിന്നീടും പ്ലാൻ ഹോളിഡേ ആയിട്ട് അറിയപ്പെട്ടു. ദെൻ 8th 5 year പ്ലാൻ 92-97 വർഷമാണ്. 92-97 വർഷമാണ് 8th 5 year പ്ലാൻ വരുന്നത്. എക്കണോമിക് ഗ്രോത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. 9th 5 year പ്ലാൻ ജസ്റ്റിസ് വിത്ത് ഇക്വിറ്റി, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാൻ, നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് 9th 5 year പ്ലാൻ വരുന്നത്. 97-2002 വർഷം. 10th 5 year പ്ലാൻ 2002-2007 വർഷം. പോവേർട്ടി റിഡ്യൂസ് ചെയ്യുക, പോവേർട്ടി റേഷ്യോ 15% 2022 ആകുമ്പോഴത്തേക്കും കുറക്കുക. ഡബിൾ ഇൻകം ഡബിൾ ആക്കുക, 10 വർഷത്തിനുള്ളിൽ ഡബിൾ ആക്കുക. അതേപോലെ തന്നെ പോവേർട്ടി റേഷ്യോ കുറക്കുക എന്നൊക്കെയാണ് 10th 5 year പ്ലാൻ ലക്ഷ്യം. 2002-2007. 2007-12 11th 5 year പ്ലാൻ വന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത്, നല്ല രീതിയിലുള്ള രാജ്യത്തിന്റെ വളർച്ചയാണ് ലക്ഷ്യമാക്കുന്നത്. 2007-12 11th 5 year പ്ലാൻ വന്നത്. 12th 5 year പ്ലാനിൽ വന്നത് ഇത് കംപ്ലീറ്റ് ചെയ്തില്ല, കാരണം അതിന്റെ ഇടയിലാണ് നിതി ആയോഗ് വന്നത്. 5 year പ്ലാനിന്റെ ഇടയിൽ നിതി ആയോഗ് വന്നു. ഇതും റാപ്പിഡ്, ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്,
നല്ല രീതിയിലുള്ള വളർച്ചയാണ് 12th 5 ഇയർ പ്ലാൻ ലക്ഷ്യം വെച്ചത്. പക്ഷേ 5 ഇയർ പ്ലാൻ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ നിതി ആയോഗ് വന്നു. ഓക്കെ, നിതി ആയോഗ് വന്നു. സമ്മറി പോയിന്റ് സെക്ഷൻ നിങ്ങൾ നോക്കുക. ഓക്കെ ജസ്റ്റ് നോട്ട് ഇറ്റ്. ഞാൻ പെട്ടെന്ന് 5 ഇയർ പ്ലാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഓൾ ദോസ് പോയിന്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5th 5 ഇയർ പ്ലാൻ ആണ്. വെയിറ്റ് 5th 5 ഇയർ പ്ലാൻ ആണ് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വെയിറ്റ് 5th 5 ഇയർ പ്ലാൻ. 5th 5 ഇയർ പ്ലാൻ ആണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗരീബി ഹടാവോ എന്ന് പറഞ്ഞ, അതായത് പോവേർട്ടി കുറക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. വെയിറ്റ് ഫ്രണ്ട്സ്. ഓക്കെ 74 79 5th 5 ഇയർ പ്ലാൻ. 79 80 പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. ഓക്കെ. ദെൻ അഗ്രികൾച്ചറിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. അഗ്രികൾച്ചർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിച്ച് 5 ഇയർ പ്ലാൻ മോർ ഫോക്കസ്ഡ് ഓൺ റെഡ്യൂസിംഗ് പോവർട്ടി. ദ ആൻസർ ഈസ് 5th 5 ഇയർ പ്ലാൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 5th 5 ഇയർ പ്ലാൻ. ഓക്കെ, സോ ഗൈസ്, കംപ്ലീറ്റഡ്. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ തരുന്നതായിരിക്കും. കൈൻഡ്ലി ഡു ദ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് വീണ്ടും വായിച്ച് നോക്കുക. 25